നമസ്കാരം, ധനു സ്പേസ് ടിപ്സ് ആണ്. ഇനി വരാൻ പോകുന്ന പ്രിലിംസ് എക്സാം, LGS എക്സാം ഒക്കെയുണ്ട്. അതിലേക്ക് തയ്യാറെടുക്കുന്നവർക്ക് വേണ്ടി കഴിഞ്ഞ തവണ ചോദിച്ചിട്ടുള്ള പ്രിലിംസിൻ്റെ സ്റ്റേജ് 1, സ്റ്റേജ് 2, സ്റ്റേജ് 3, 4 എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൻ്റെ ആൻസർ മാത്രം നമ്മൾ അനലൈസ് ചെയ്യുന്നു. ആൻസർ മാത്രം നോക്കി പോകുന്നു. കുറേയധികം ക്വസ്റ്റ്യൻസ് നമുക്ക് ഒന്നിച്ച് പഠിക്കാം. ക്വസ്റ്റ്യൻസ് പരിചയപ്പെട്ട് നോക്കാം. അതിനുശേഷം ഡീറ്റെയിൽഡ് ആയിട്ട് ഓരോ ക്വസ്റ്റ്യൻസ് പഠിച്ചു നോക്കാം. അപ്പോൾ ഒരു 200 ക്വസ്റ്റ്യൻസോളം 4 നമുക്ക് ചോദിച്ച് ഇപ്പോൾ പഠിക്കാവുന്നതാണ്. ഓക്കെ, ഒന്നിച്ച് നോക്കാം. ഫസ്റ്റ് വൺ, ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷൻ്റെ അധികാരിയായി 2022 നിയമിക്കപ്പെട്ട വ്യക്തി ആരാണ്? ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷൻ്റെ അധികാരിയായി 2022 നിയമിക്കപ്പെട്ട വ്യക്തി ആരാണ്? ആൻസർ എസ് സോമനാഥ്. ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷൻ്റെ അധികാരി 2022 നിയമിക്കപ്പെട്ട വ്യക്തി ആരാണ്? എസ് സോമനാഥ്. നെക്സ്റ്റ് വൺ, വ്യാകരണവും കവിതയും പ്രതിപാദിക്കുന്ന 14-ാം നൂറ്റാണ്ടിലെ സംസ്കൃത ഗ്രന്ഥത്തിൻ്റെ പേര്. വ്യാകരണവും കവിതയും പ്രതിപാദിക്കുന്ന 14-ാം നൂറ്റാണ്ടിലെ സംസ്കൃത ഗ്രന്ഥത്തിൻ്റെ പേര് എന്താണ്? ആൻസർ ലീലാതിലകം. നെക്സ്റ്റ് വൺ, വ്യാപാര വിനിമയ തന്ത്രങ്ങൾ ഇവയിൽ ഏത് ഘടകവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നു? വ്യാപാര വിനിമയ തന്ത്രങ്ങൾ ഇവയിൽ ഏത് ഘടകവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നു? വിപണനം, പ്രചാരണം, പരസ്യം, ബ്രാൻഡിങ്. ആൻസർ വിപണനം. വ്യാപാര വിനിമയ തന്ത്രങ്ങൾ വിപണനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. നെക്സ്റ്റ് വൺ, ലോകത്തിലെ ഏറ്റവും വലിയ ജലവൈദ്യുത അണക്കെട്ട് ഏത് രാജ്യത്ത് സ്ഥിതി ചെയ്യുന്നു? ലോകത്തിലെ ഏറ്റവും വലിയ ജലവൈദ്യുത അണക്കെട്ട് ഏത് രാജ്യത്താണ് ഉള്ളത്? ആൻസർ ചൈന. ഏറ്റവും വലിയ ജലവൈദ്യുത അണക്കെട്ട് ചൈന. നെക്സ്റ്റ് വൺ, താഴെ പറയുന്നവയിൽ ഏതാണ് അടിസ്ഥാന ജീവിത സംരക്ഷണ ഘടകം? അടിസ്ഥാന ജീവിത സംരക്ഷണ ഘടകം സാങ്കേതികവിദ്യ, പരിസ്ഥിതി, സംസ്കാരം, ഇതൊന്നുമല്ല. ആൻസർ ഓപ്ഷൻ ബി, പരിസ്ഥിതി. അടിസ്ഥാന ജീവിത സംരക്ഷണ ഘടകം ഏതാണ്? പരിസ്ഥിതി. അടുത്തത്, 6 ലോകകപ്പ് കളിച്ച ആദ്യ വനിതാ ക്രിക്കറ്റ് ക്യാപ്റ്റൻ ആരാണ്? 6 ലോകകപ്പ് കളിച്ച ആദ്യ വനിതാ ക്രിക്കറ്റ് ക്യാപ്റ്റൻ ആരാണ്? ആൻസർ മിതാലി രാജ്. ആദ്യ വനിതാ ക്രിക്കറ്റ് ക്യാപ്റ്റൻ മിതാലി രാജ്. നെക്സ്റ്റ് വൺ, 2021 ജ്ഞാനപീഠ അവാർഡ് ജേതാവ് ആരാണ്? 2021 ജ്ഞാനപീഠ അവാർഡ് ജേതാവ് ആരാണ്? ആൻസർ ദാമോദർ മൗസോ. നെക്സ്റ്റ് വൺ, എവിടെയാണ് 1857 കലാപം ആരംഭിച്ചത്? എവിടെയാണ് 1857 കലാപം ആരംഭിച്ചത്? ആൻസർ നമുക്കറിയാം, മീററ്റ്. 1857 കലാപം മഹത്തായ വിപ്ലവം, ഒന്നാം സ്വാതന്ത്ര്യ സമരം എന്നൊക്കെ അറിയപ്പെടുന്നു. നെക്സ്റ്റ് വൺ, എന്നാണ് ദേശീയ ശാസ്ത്ര ദിനം ആചരിക്കുന്നത്? എന്നാണ് ദേശീയ ശാസ്ത്ര ദിനം ആചരിക്കുന്നത്? ദേശീയ ശാസ്ത്ര ദിനം എന്നാണ്? ശാസ്ത്രദിനം. ആൻസർ ഫെബ്രുവരി 28. ശാസ്ത്രദിനം 28ആണ്. ഫെബ്രുവരി 28. ശാസ്ത്രദിനം 28. ശാസ്ത്രയാകുമ്പോൾ 28. നെക്സ്റ്റ് വൺ, ഏത് വർഷമാണ് അന്താരാഷ്ട്ര സമാധാനത്തിൻ്റെയും വിശ്വാസത്തിൻ്റെയും വർഷമായി തുർക്ക്മെനിസ്ഥാനിൽ നടത്തിയ UN ജനറൽ അസംബ്ലി പ്രഖ്യാപിച്ചത്? അന്താരാഷ്ട്ര സമാധാനത്തിൻ്റെയും വിശ്വാസത്തിൻ്റെയും വർഷമായി തുർക്ക്മെനിസ്ഥാനിൽ നടത്തിയ UN ജനറൽ അസംബ്ലി പ്രഖ്യാപിച്ചത് ഏതാണ് ആ വർഷം? ആൻസർ 2021. അന്താരാഷ്ട്ര സമാധാനത്തിൻ്റെയും വിശ്വാസത്തിൻ്റെയും വർഷമാണെന്ത്? 2021. നെക്സ്റ്റ്, ഇന്ത്യയുടെ അയൽ രാജ്യങ്ങളുമായി ബന്ധപ്പെട്ട താഴെ പറയുന്ന പ്രസ്താവനകൾ ശരിയല്ലാത്തത് ഏതാണ്? ശരിയല്ലാത്ത പ്രസ്താവന ആൻസർ ഓപ്ഷൻ ഡി ആണ്. ഖൈബർ ചുരം ഇന്ത്യയെയും ഭൂട്ടാനെയും ബന്ധിപ്പിക്കുന്നു. നമുക്കപ്പോൾ ശരിയായത് മാത്രം പഠിച്ചിട്ട് പോവാം. ഇന്ത്യയുടെ അയൽ രാജ്യങ്ങളുമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ. ഇന്ത്യ ഏറ്റവും കൂടുതൽ ദൈർഘ്യമുള്ള കര അതിർത്തി പങ്കിടുന്നത് ബംഗ്ലാദേശുമായിട്ടാണ്. ഗൾഫ് ഓഫ് മാന്നാറും
പാക് കടലിടുക്കും ഇന്ത്യയെയും ശ്രീലങ്കയെയും വേർതിരിക്കുന്നു. റാഡ്ക്ലിഫ് രേഖ ഇന്ത്യയെയും പാകിസ്ഥാനെയും തമ്മിൽ വേർതിരിക്കുന്നു. ഓക്കെ, നെക്സ്റ്റ് വൺ. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഇന്ത്യയേക്കാൾ വിസ്തൃതിയുള്ള രാജ്യം ഏതാണ്? താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഇന്ത്യയേക്കാൾ വിസ്തൃതിയുള്ള രാജ്യം ഏതാണ്? ആൻസർ ബ്രസീൽ. ഇന്ത്യയുടെ ഉപദ്വീപീയ പീഠഭൂമിയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ഏതാണ്? ഇന്ത്യയുടെ ഉപദ്വീപീയ പീഠഭൂമിയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ഏതാണ്? ആൻസർ ആനമുടി. നെക്സ്റ്റ് വൺ. താഴെ തന്നിരിക്കുന്നവയിൽ ശുദ്ധജല തടാകം അല്ലാത്തത് ഏതാണ്? ഉളാർ തടാകം, ദാൽ തടാകം, ലോക്തക് തടാകം, സംഭാർ തടാകം. ശുദ്ധജല തടാകം അല്ലാത്തത് ഏതാണ്? ആൻസർ സംഭാർ തടാകം. സംഭാർ തടാകം. നെക്സ്റ്റ് വൺ. സർദാർ സരോവർ അണക്കെട്ട് ഏത് നദിയിലാണ് സ്ഥിതി ചെയ്യുന്നത്? സർദാർ സരോവർ അണക്കെട്ട്. ആൻസർ നർമ്മദ. സർദാർ നർമ്മദ. സർദാർ സരോവർ നർമ്മദ. ഇറിൻ്റെ കളിയാണ് അവിടെ അല്ലേ? സർദാർ സരോവർ നർമ്മദ നദി. നർമ്മദ, സർദാർ, നർമ്മദ. നെക്സ്റ്റ് വൺ. താഴെ പറയുന്നവയിൽ ജർമ്മനിയുടെ പങ്കാളിത്തത്തോടെ സ്ഥാപിതമായ ഇന്ത്യയിലെ ഇരുമ്പുരുക്ക് നിർമ്മാണശാല. ജർമ്മനിയുടെ പങ്കാളിത്തത്തോടെ സ്ഥാപിതമായ ഇന്ത്യയിലെ ഇരുമ്പുരുക്ക് നിർമ്മാണശാല ജർമ്മനി. ആൻസർ എന്തായിരിക്കും വരിക? റൂർക്കല. ജർമ്മനി, റൂർക്കല. ജർമ്മനി, അവിടെ ഇറിൻ്റെയാണ്. ജർമ്മനി, റൂർക്കല. നെക്സ്റ്റ് വൺ. കോർബെ കൽക്കരിപ്പാടം ഏത് സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത്? കോർബെ കൽക്കരിപ്പാടം. കോർബെ കൽക്കരിപ്പാടം ഛത്തീസ്ഗഡ്. കോർബെ ഛത്തീസ്ഗഡ്. കോർബ ഛത്തീസ്ഗഡ്. നെക്സ്റ്റ്. ദേശീയജലപാത 2 ഏതൊക്കെ സ്ഥലങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്നു? ദേശീയജലപാത 2 ഏതൊക്കെ സ്ഥലങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്നു? സാദിയ ദുബ്രി. കഴിഞ്ഞ ദിവസത്തെ ക്ലാസ്സിനകത്ത് സ്റ്റേജ് 5 അല്ലാത്ത നമ്മൾ 3 പറഞ്ഞപ്പോൾ 1, 2, 3, 4, 5 പറഞ്ഞു. സോ റിപ്പീറ്റ് പിന്നെയും വേണം. അതുകൊണ്ടാണ് ഞാൻ എല്ലാം ഒന്നിച്ചെടുക്കാമെന്ന് തന്നെ ആലോചിക്കുന്നത്. അപ്പോൾ ഒരെണ്ണം ഒരൊറ്റ ക്വസ്റ്റ്യൻ്റെ പേപ്പർ വിശദമായിട്ടൊന്ന് പഠിച്ചു കഴിഞ്ഞാൽ കുറേ ക്വസ്റ്റ്യൻ നമുക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, ദേശീയജലപാത 2 ഏതൊക്കെ സ്ഥലങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്നു? സാദിയ ദുബ്രി. ഇനി നാഷണൽ റിമോട്ട് സെൻസിങ് സെൻറ്ററിൻ്റെ ആസ്ഥാനം എവിടെയാണ്? നാഷണൽ റിമോട്ട് സെൻസിങ് സെൻറ്ററിൻ്റെ ആസ്ഥാനം എവിടെയാണ്? ആൻസർ ഹൈദരാബാദ്. നറോറ ആണവോർജ്ജ നിലയം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം. നറോറ ആണവോർജ്ജ നിലയം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഏതാണ്? ആൻസർ ഉത്തർപ്രദേശ്. നറോറ, ഉത്തർപ്രദേശ്. ഇനി നമ്മുടെ ദേശീയ ഗാനമായ ജനഗണമന ഏത് ഭാഷയിലാണ് രചിച്ചിട്ടുള്ളത്? ദേശീയ ഗാനമായ ജനഗണമന രചിച്ച ഭാഷ ഏതാണ്? ബംഗാളി ഭാഷ. നെക്സ്റ്റ് വൺ. ഇന്ത്യയുടെ ദേശീയ ഗീതമായ വന്ദേ മാതരം ബങ്കിം ചന്ദ്ര ചാറ്റർജിയുടെ ഏത് കൃതിയിൽ നിന്നും എടുത്തതാണ്? ആൻസർ ആനന്ദമഠം. നെക്സ്റ്റ്. ഇന്ത്യൻ പൗരൻ്റെ മൗലിക അവകാശങ്ങളുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്ന പ്രസ്താവനകളിൽ തെറ്റ് ഏതാണ്? തെറ്റ് പ്രസ്താവന ഓപ്ഷൻ ഡി ആണ്. മൗലിക അവകാശങ്ങൾ ന്യായവാദാർഹമല്ല. ശരിയായ നമുക്ക് നോക്കാം. മൗലിക അവകാശങ്ങളെ സംരക്ഷിക്കുന്നത് ഭരണഘടനയാണ്. മൗലിക അവകാശങ്ങളിൽ മാറ്റം വരുത്തുവാൻ ഭരണഘടനാ ഭേദഗതിയിലൂടെ മാത്രമേ സാധിക്കുകയുള്ളൂ. ഗവൺമെൻറ്റിൻ്റെ ഒരു ഘടകവും മൗലിക അവകാശങ്ങൾ ലംഘിക്കുന്ന രീതിയിൽ പ്രവർത്തിക്കാൻ പാടുള്ളതല്ല. മൗലിക അവകാശങ്ങളെക്കുറിച്ചുള്ള പ്രസ്താവനയാണിത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇന്ത്യയിൽ വിവരാവകാശ നിയമം നിലവിൽ വന്ന വർഷം ഏതാണ്? ഏത് വർഷം? 2005. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ്റെ ആദ്യത്തെ ചെയർമാൻ ആരാണ്? ജസ്റ്റിസ് രംഗനാഥ് മിശ്ര. ഇന്ത്യൻ ഭരണഘടനയിലെ മൗലിക കടമകൾ ഏത് രാജ്യത്തെ ഭരണഘടനയിൽ നിന്നും കടമെടുത്തതാണ്? ആൻസർ സോവിയറ്റ് യൂണിയൻ. നെക്സ്റ്റ് വൺ. ഇന്ത്യൻ ഭരണഘടനയുടെ ആത്മാവും ഹൃദയവും എന്ന് വിശേഷിപ്പിക്കുന്ന ആർട്ടിക്കിൾ ഏതാണ്?
ആത്മാവും ഹൃദയവും എന്ന് വിശേഷിപ്പിക്കുന്ന ആർട്ടിക്കിൾ ഏതാണ്? ആർട്ടിക്കിൾ 32. നെക്സ്റ്റ് വൺ, ഇന്ത്യയുടെ ദേശീയ മുദ്രകളിൽ ഉൾപ്പെട്ടിട്ടുള്ള മൃഗങ്ങൾ ഏതെല്ലാം? ആൻസർ ഓപ്ഷൻ ഡി ആണ്. ആന, കാള, സിംഹം, കുതിര. കഴിഞ്ഞ ദിവസത്തെ നമ്മുടെ ദേശീയ മുദ്രയെപ്പറ്റി പറയുമ്പോൾ മറ്റൊരു ക്വസ്റ്റ്യൻസ് ഇത് തന്നെയാണ്. അപ്പോൾ നമ്മൾ ഡീറ്റെയിൽസ് പഠിക്കുമ്പോൾ അടുത്തൊരു ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്യാൻ നമുക്ക് പ്രയോജനം ചെയ്യും. ഓക്കെ, നെക്സ്റ്റ് വൺ, കൂട്ടത്തിൽപ്പെടാത്തത് ഏതാണ്? അവിടെ സമത്വത്തിനുള്ള അവകാശമുണ്ട്, സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം, സ്വത്തവകാശം, മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശം. ഇതിൽ കൂട്ടത്തിൽ പെടാത്തത് ഏതാണ്? ആൻസർ സ്വത്തവകാശമാണ്. നെക്സ്റ്റ് വൺ, ത്രിവർണ്ണ പതാകയെ ഇന്ത്യയുടെ ദേശീയ പതാകയായി ഭരണഘടനാ നിർമ്മാണ സഭ അംഗീകരിച്ചതെന്നാണ്? ത്രിവർണ്ണ പതാകയെ ഇന്ത്യയുടെ ദേശീയ പതാകയായി ഭരണഘടനാ നിർമ്മാണ സഭ അംഗീകരിച്ച എന്നാണ്? ആൻസർ വരുന്നത് 47 ജൂലൈ 12. 1947 ജൂലൈ 12 അല്ലേ? ഓഗസ്റ്റ് കിട്ടുമ്പോഴത്തേക്ക് തന്നെ ഓഗസ്റ്റ് മാസമല്ല, ജൂലൈ ആണ്. ജൂലൈ കഴിഞ്ഞ് ഓഗസ്റ്റ് വരുന്നത്. സോ ജൂലൈ 22-നാണ് നമുക്ക് എന്ത് കിട്ടുക? ദേശീയ പതാക ഭരണഘടനാ നിർമ്മാണ സഭ അംഗീകരിക്കുക. 47 ജൂലൈ 22-നാണ് അംഗീകരിക്കുന്നത്. ത്രിവർണ്ണ പതാക അംഗീകരിക്കുന്നത് ജൂലൈ 22. നെക്സ്റ്റ് വൺ, രാജാറാം മോഹൻ റോയ് ബംഗാളി ഭാഷയിൽ ആരംഭിച്ച പത്രം? ബംഗാളി ഭാഷയിൽ ആരംഭിച്ച പത്രം ഏതാണ്? ആൻസർ സംവാദ് കൗമുദി. 1907 ജർമ്മനിയിലെ സ്റ്റഡ്ഗട്ടിൽ വെച്ച് നടന്ന ഇൻ്റർനാഷണലിൻ്റെ സമ്മേളനത്തിൽ ത്രിവർണ്ണ പതാക ഉയർത്തിയ ഇന്ത്യൻ വനിത ഏതാണ്? ആൻസർ മാഡം ഭിക്കാജി കാമ. മാഡം ഭിക്കാജി കാമ. നെക്സ്റ്റ് വൺ, പ്രത്യക്ഷരക്ഷാ ദൈവസഭ എന്ന സാമൂഹ്യ പരിഷ്കരണ പ്രസ്ഥാനത്തിൻ്റെ സ്ഥാപകൻ ആരാണ്? ആൻസർ കുമാര ഗുരുദേവൻ. പ്രത്യക്ഷരക്ഷാ ദൈവസഭ കുമാര ഗുരുദേവൻ. നെക്സ്റ്റ് വൺ, ഇന്ത്യയുടെ ദാരിദ്ര്യത്തിനുള്ള കാരണം ബ്രിട്ടീഷുകാരുടെ സാമ്പത്തിക ചോർച്ചയാണെന്ന് ചോർച്ച സിദ്ധാന്തത്തിലൂടെ സമർത്ഥിച്ച ഇന്ത്യൻ സാമ്പത്തിക വിദഗ്ധൻ? ചോർച്ച. ആൻസർ ഏതാണ് നമുക്ക് വരുന്നത്? ദാദാഭായ് നവറോജി. നവറോജിയുടെ ചോർച്ച സിദ്ധാന്തം. നവറോജിയുടെ ചോർച്ച സിദ്ധാന്തം. നവറോജിയുടെ ആണ് ചോർച്ച സിദ്ധാന്തം. ചോർച്ച. നെക്സ്റ്റ് വൺ, സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യത്തെ ഗവർണർ ജനറൽ. സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യത്തെ ഗവർണർ ജനറൽ ആരാണ്? ആൻസർ എന്താണ്? മൗണ്ട് ബാറ്റൻ പ്രഭു. മൗണ്ട് ബാറ്റൻ പ്രഭുവാണ്. സ്വതന്ത്രമായി കഴിഞ്ഞ ശേഷം വരുന്ന ആദ്യത്തെ ഗവർണർ ജനറൽ അല്ലേ? അത് മൗണ്ട് ബാറ്റൻ പ്രഭുവാണ്. നെക്സ്റ്റ് വൺ, കേരളത്തിലെ ആദ്യത്തെ സർവകലാശാല ഏതാണ്? കേരളത്തിലെ ആദ്യത്തെ സർവകലാശാല ഏതാണ്? തിരുവിതാംകൂർ സർവകലാശാല. തിരുവിതാംകൂർ സർവകലാശാല. നെക്സ്റ്റ് വൺ, കേരള ഗാന്ധി എന്നറിയപ്പെടുന്നത്? കേരള ഗാന്ധി എന്ന് അറിയപ്പെടുന്ന ആരാണ്? കേളപ്പൻ അല്ലേ? ഗാന്ധിജിയുടെ കൂടെയാണ് സത്യാഗ്രഹത്തിനുമൊക്കെ പോയിട്ടില്ലേ? സോ കേരള ഗാന്ധി അങ്ങനെ പേര് വരുന്നു, ഓർത്ത് വെച്ചേക്കാം. കേളപ്പനാണ് കേരള ഗാന്ധി. നെക്സ്റ്റ് വൺ, വേദാധികാര നിരൂപണം, പ്രാചീന മലയാളം എന്നീ കൃതികളുടെ രചയിതാവായ സാമൂഹ്യ പരിഷ്കർത്താവ്? വേദാധികാര നിരൂപണം, പ്രാചീന മലയാളം. ആൻസർ നമുക്ക് ഏതാ വരിക? ചട്ടമ്പി സ്വാമികളാണ്. പ്രാചീന മലയാളം ചട്ടമ്പി സ്വാമികൾ. വേദാധികാര നിരൂപണം ചട്ടമ്പി സ്വാമികളുടെയാണ്. നെക്സ്റ്റ് വൺ, സമുദ്രനിരപ്പിൽ നിന്നും 7.5 മീറ്റർ മുതൽ 75 മീറ്റർ വരെ ഉയരമുള്ള കേരളത്തിൻ്റെ ഭൂപ്രകൃതി വിഭാഗം? 7.5 മീറ്റർ മുതൽ 75 മീറ്റർ വരെ ഉയരമുള്ള കേരളത്തിൻ്റെ ഭൂപ്രകൃതി ഏതാണ്? ആൻസർ ഇടനാട്. ഓക്കെ, കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം ഏതാണ്? ശുദ്ധജലം എവിടെയാണ്? ആ ഒരു വരുന്ന സംഭവം ഇവിടെ നമുക്ക് എഴുതാൻ പറ്റും. ശാസ്താംകോട്ട. കണ്ടോ? ഈ സ്ഥായി ഉണ്ട് അവിടെ. ശുദ്ധജല തടാകം ശാസ്താംകോട്ടയാണ്. ശാസ്താംകോട്ട തടാകം. നെക്സ്റ്റ് വൺ, ആലപ്പുഴ, കോട്ടയം, എറണാകുളം ജില്ലകളിലായി വ്യാപിച്ചു കിടക്കുന്ന കായൽ ഏതാണ്? വേമ്പനാട്ട് കായൽ. കേട്ടോ? കോട്ടയം
വേമ്പനാട്ടുകായൽ. ആലപ്പുഴ, കോട്ടയം ഭാഗങ്ങളിൽ വരുന്നത് വേമ്പനാട്ടുകായലാണ്. താഴെ പറയുന്നവയിൽ റെയിൽവേ ഇല്ലാത്ത ജില്ല ഏതാണ്? റെയിൽവേ വരാത്ത ജില്ല ഏതാണ്? ഇല്ലേ, ഇല്ലാത്ത ജില്ല എന്ന് പറയുമ്പോൾ ഏതാണ് വരിക? വയനാട് അല്ലേ. പത്തനംതിട്ട എന്ന് പറയുമ്പോൾ തിരുവല്ല വഴി ട്രെയിൻ കടന്നു പോകുന്നുണ്ട്. നെക്സ്റ്റ്, ശ്രീനാരായണ ഗുരുവിൻ്റെ ജന്മസ്ഥലം. ശ്രീനാരായണ ഗുരുവിൻ്റെ ജന്മസ്ഥലം ഏതാണ്? ചെമ്പഴന്തി. കേരളത്തിലെ ദേശീയ ജലപാത എന്ന് പറയുമ്പോൾ ഇത് പറയും NW3. ഏതാണത്? കൊല്ലം കോട്ടപ്പുറം അല്ലേ, കഴിഞ്ഞ ദിവസം ചോദിച്ചിട്ടുണ്ട്. നെക്സ്റ്റ് വൺ, 1917 പ്രൈമറി വിദ്യാഭ്യാസം സൗജന്യമാക്കിക്കൊണ്ട് വിളംബരം പുറപ്പെടുവിച്ച തിരുവിതാംകൂർ ഭരണാധികാരി. 1817 പ്രൈമറി വിദ്യാഭ്യാസം സൗജന്യമാക്കിക്കൊണ്ട് വിളംബരം പുറപ്പെടുവിച്ച തിരുവിതാംകൂർ ഭരണാധികാരി ആരാണ്? ഗൗരി പാർവതി ഭായ്. പ്രൈമറി വിദ്യാഭ്യാസം പാർവതി ഭായ്. നെക്സ്റ്റ് വൺ, വൈക്കം സത്യാഗ്രഹത്തോടനുബന്ധിച്ച് അനുഭാവം പ്രകടിപ്പിച്ചുകൊണ്ട് സവർണജാഥ സംഘടിപ്പിച്ച സാമൂഹ്യ പരിഷ്കർത്താവ് ആരാണ്? മന്നത്ത് പത്മനാഭൻ. അടുത്തത്, ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ നടന്ന അവസാനത്തെ ബഹുജന സമരം ഏതാണ്? അവസാനത്തെ ബഹുജന സമരം ക്വിറ്റ് ഇന്ത്യ സമരം. നെക്സ്റ്റ് വൺ, ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ അന്തിമ ലക്ഷ്യം പൂർണ്ണ സ്വരാജ് ആണെന്ന് പ്രഖ്യാപിച്ച ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ സമ്മേളനം നടന്നത് എവിടെ വെച്ചാണ്? ലാഹോർ സമ്മേളനം. പൂർണ്ണ സ്വരാജ് ലാഹോർ സമ്മേളനം. നെക്സ്റ്റ് വൺ, ലോകമാന്യ എന്ന് ജനങ്ങൾ ആദരവോടെ വിളിച്ച സ്വാതന്ത്ര്യ സമര സേനാനി. ലോകമാന്യൻ ആരാണ്? ആൻസർ എന്താണ്? ബാലഗംഗാധര തിലക്. തിലകാണ് ലോകമാന്യ. നെക്സ്റ്റ് വൺ, സ്വതന്ത്ര ഭാരത സർക്കാർ ആദ്യമായി നിയമിച്ച ഉന്നത വിദ്യാഭ്യാസ കമ്മീഷൻ. സ്വതന്ത്ര ഭാരത സർക്കാർ ആദ്യമായി നിയമിച്ച ഉന്നത വിദ്യാഭ്യാസ കമ്മീഷൻ ഏതാണ്? ഡോക്ടർ എസ് രാധാകൃഷ്ണൻ കമ്മീഷനാണ്. അടുത്ത ക്വസ്റ്റ്യൻ, കേരളത്തിൽ ആദ്യ പൊതു തിരഞ്ഞെടുപ്പ് നടന്ന വർഷം ഏതാണ്? ആദ്യത്തെ പൊതു തിരഞ്ഞെടുപ്പ് നടന്ന വർഷം ഏതാണ്? ആൻസർ 1957. 1957 പൊതു തിരഞ്ഞെടുപ്പ് നടക്കുക. നെക്സ്റ്റ് വൺ, ഭാഷയുടെ അടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങളെ പുനഃസംഘടിപ്പിക്കുന്നതിനായി രൂപീകരിച്ച സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷൻ്റെ അധ്യക്ഷൻ ആരാണ്? ജസ്റ്റിസ് ഫസൽ അലി. ഒന്നാം സ്വാതന്ത്ര്യ സമരം ആദ്യമായി ആരംഭിച്ച സ്ഥലം. ആൻസർ എന്താണ്? മീററ്റ്. കേരളത്തിൻ്റെ ദേശീയ ഉത്സവം ഏതാണ്? ഓണം. വടക്കുകിഴക്കൻ മൺസൂൺ മഴക്കാലം കേരളത്തിൽ ഏത് പേരിലറിയപ്പെടുന്നു? വടക്കുകിഴക്കൻ മൺസൂൺ മഴക്കാലം ഏത് പേരിലറിയപ്പെടുന്നു? തുലാവർഷമാണ് വടക്കുകിഴക്കൻ മൺസൂൺ അല്ലേ. നെക്സ്റ്റ്, വരിക സഹചരെ വലിയ സഹന സമരമായി ഈ സ്വാതന്ത്ര്യ സമര ഗാനത്തിൻ്റെ രചയിതാവ്. വരിക സഹചരെ, വരിക എന്നൊക്കെ പറഞ്ഞ ആരാണ്? അംഷി നാരായണപിള്ള. വരിക അംഷി നാരായണപിള്ള. അംഷിയാണ്. വരിക 2 വരിക അംഷി. നെക്സ്റ്റ്, കേരളത്തിലെ ഏറ്റവും ചെറിയ ജില്ല ആലപ്പുഴ ജില്ല. നെക്സ്റ്റ് വൺ, തിരുവിതാംകൂറിലെ മുഖ്യ നിരത്തുകളിലൂടെ വില്ലുവണ്ടിയിൽ സഞ്ചരിച്ച് ചരിത്രം സൃഷ്ടിച്ച സാമൂഹ്യ പരിഷ്കർത്താവ്. വില്ലുവണ്ടിയിൽ കൂടെ പോയ ആളാരാണ്? അയ്യങ്കാളി. കേരളത്തിലെ ആദ്യത്തെ റെയിൽപാത നിർമ്മിച്ച വർഷം ഏതാണ്? നിർമ്മിച്ച വർഷം 1861 നിർമ്മിക്കുന്നത്. 1861 നിർമ്മിക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, കേരളത്തിൽ ഉപ്പു സത്യാഗ്രഹം നടന്നതിൻ്റെ പ്രധാന വേദി. കേരളത്തിൽ
ഉപ്പു സത്യാഗ്രഹം 1930 നടന്നതിൻ്റെ പ്രധാന വേദി ഏതായിരുന്നു? ആൻസർ പയ്യന്നൂർ അല്ലേ, രണ്ടാം ബർദോളി, പയ്യന്നൂർ. നെക്സ്റ്റ്, ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ നിന്നും വായുവിലൂടെ പകരുന്ന രോഗങ്ങൾ തിരഞ്ഞെടുക്കുക. ആൻസർ ഓപ്ഷൻ ബി 1ഉം 3ഉമാണ്. ക്ഷയവുമുണ്ട്, ചിക്കൻ ബോക്സും എന്താണ്? വായുവിലൂടെ പകരുന്നവയാണ്. നെക്സ്റ്റ് വൺ, ആഹാരവസ്തുക്കൾ കടിച്ചു കീറാൻ സഹായിക്കുന്ന പല്ലേതാണ്? കടിച്ചു കീറാൻ സഹായിക്കുന്ന പല്ലേതാണ്? കോമ്പൽ അല്ലേ, കോമ്പൽ വെച്ചാണ് വലിച്ചു കീറുക. പുലിയുടെയൊക്കെ കോമ്പൽ പുലിയിലേക്ക് കാണാം നമുക്ക്. മാംസ്യം വലിച്ചു കീറിയല്ലോ കഴിക്കുക. സോ കടിച്ചു കീറാൻ സഹായിക്കുന്നത് കോമ്പല്ലാണ്. നെക്സ്റ്റ്, ലിംഗാധിഷ്ഠിത അക്രമ സാമൂഹിക ദുരുപയോഗത്തിനിരയായിട്ടുള്ള മെഡിക്കൽ പരിചരണം എന്ന വിഷയത്തിൽ കേരള സർക്കാർ ആരംഭിച്ച പദ്ധതി ഏതാണ്? ഭൂമിക. ലിംഗാധിഷ്ഠിത അക്രമം, ഭൂമിക. നെക്സ്റ്റ് വൺ, സ്കർവി ഏത് വിറ്റമിനുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? സ്കർവി സ്ക ഏത് വരുന്നു? വൈറ്റമിൻ സി. സ്കർവി വൈറ്റമിൻ സി. വൈറ്റമിൻ എ നിങ്ങൾക്കറിയില്ലേ, നിശാന്തത, ബി ബെറിവൺ, ഡി കണ ഓർ റിക്കറ്റ്സ്. നെക്സ്റ്റ് വൺ, രക്തത്തിൻ്റെ ദ്രാവക ഭാഗം എന്ന് പറയപ്പെടുന്നു? ദ്രാവക ഭാഗം, ബ്ലഡിൻ്റെ ദ്രാവക ഭാഗം ഏത് പേരിൽ അറിയപ്പെടുന്നു? ആൻസർ പ്ലാസ്മ അല്ലേ, പ്ലാസ്മ. രക്തത്തിൽ രക്തകോശങ്ങളും ബാക്കി പ്ലാസ്മ എന്ന് പറയില്ലേ, പ്ലാസ്മയുണ്ട് അല്ലേ. രക്തകോശങ്ങളും പ്ലാസ്മയും ഉണ്ട്. രക്തകോശങ്ങൾ RBC, WBC, പ്ലേറ്റ്ലെറ്റ്സ്. പ്ലാസ്മയുടെ നിറം ഇളം മഞ്ഞ നിറം, പെയിൽ യെല്ലോ, ഇളം മഞ്ഞ നിറമാണ് പ്ലാസ്മയിൽ ഉള്ളത്. നെക്സ്റ്റ്, താഴെ കൊടുത്തിട്ടുള്ളവയിൽ നെല്ലിൻ്റെ സങ്കര ഇനങ്ങൾ അല്ലാത്തത് ഏതാണ്? പവിത്ര, അനാമിക, ഹ്രസ്വ, അർക്ക അല്ലേ. കഴിഞ്ഞ ദിവസം പഠിച്ചപ്പോൾ അനാമികയൊക്കെ വേറെ പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിങ്ങ് എടുക്കുക ആദ്യം അല്ലേ. നെല്ലിൻ്റെ സങ്കര ഇനം അല്ലാത്തവ ഏതാണ്? ആൻസർ വരുന്നത് 2ഉം 4ഉം. അനാമികയുണ്ട്, ദെൻ അർക്ക ഉണ്ടോ? അനാമികയും അർക്കയുമുണ്ട്. അനാമികയും അർക്കയും അല്ല. നെക്സ്റ്റ് വൺ, താഴെ പറയുന്നവയിൽ ഇലകൾക്ക് ചുവപ്പ് നിറം നൽകുന്ന വർണ്ണകം. ഇലകൾക്ക് ചുവപ്പ് നിറം കൊടുക്കുന്ന വർണ്ണകം ഏതാണ്? വർണ്ണകം ഏതാണ്? ആൻസർ ആന്തോസയാനിൻ. ആന്തോസയാനിൻ. പച്ച നിറം ഓൾറെഡി അറിയാം, ഹരിതകം. ചുവപ്പ് നിറം ആന്തോസയാനിൻ. ആന്തോസയാനിനാണ് ചുവപ്പ് നിറം, ആന്തോസയാനിൻ. എണ്ണ മലിനീകരണം തടയാൻ കഴിവുള്ള സൂപ്പർ ബഗുകൾ എന്ന ജനിതകമാറ്റം വരുത്തിയ ബാക്ടീരിയയെ വികസിപ്പിച്ച ഇന്ത്യൻ വംശജനായ ശാസ്ത്രജ്ഞൻ ആരാണ്? ആൻസർ അതാണ് ആനന്ദ് മോഹൻ ചക്രവർത്തി. ആനന്ദ് മോഹൻ ചക്രവർത്തി. സൂപ്പർ ബഗുകൾ എന്ന് പറയുമ്പോൾ കടലിൽ കപ്പലിൽ നിന്നൊക്കെ പോകുന്ന എണ്ണകൾ മുകളിൽ കിടക്കുമല്ലോ, അതിനെ കഴിക്കാൻ വേണ്ടി സൂപ്പർ ബഗുകൾ എന്ന് പറയുന്ന ബാക്ടീരിയ വികസിപ്പിച്ചെടുത്തതാണ്. ബയോടെക്നോളജി വികസിപ്പിച്ചെടുത്ത ബാക്ടീരിയയാണ് സൂപ്പർ ബഗുകൾ എന്ന് പറയുക. പക്ഷേ അത് മറ്റൊരു എണ്ണക്കനികളിലേക്ക് കൊണ്ടിട്ടാൽ നശിച്ചു പോകും. സോ കെയർഫുള്ളി അത് യൂസ് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ സൂപ്പർ ബഗുകൾ എന്താണ്? ബയോടെക്നോളജി വഴി വികസിപ്പിച്ചെടുത്ത എണ്ണ കഴിക്കുന്ന ബാക്ടീരിയയാണ്. കേന്ദ്ര തോട്ടവിള ഗവേഷണ കേന്ദ്രം CPCRA സ്ഥിതി ചെയ്യുന്ന എവിടെയാണ്? CPCRA സ്ഥിതി ചെയ്യുന്ന എവിടെയാണ്? കാസർഗോഡാണ്. CPCRA തോട്ടവിള കാസർഗോഡാണ്. സൈലൻറ്റ് വാലി ദേശീയോദ്യാനം വന്യജീവി സങ്കേതം ദേശീയോദ്യാനമായി പ്രഖ്യാപിക്കപ്പെട്ട വർഷം ഏതാണ്? സൈലൻറ്റ് വാലി വന്യജീവി സങ്കേതം ദേശീയോദ്യാനമായി പ്രഖ്യാപിക്കപ്പെട്ട വർഷം ഏതാണ്? ആൻസർ ഓപ്ഷൻ ഡി 1984 ആണ്. 1984 വന്യജീവി സങ്കേതം എന്നുള്ളത് ദേശീയോദ്യാനമായിട്ട് മാറുന്നല്ലേ. സിംഹവാലൻ കുരങ്ങുണ്ട്, അതങ്ങ് ഓർത്ത് വെച്ചേക്കുക അവിടെ അല്ലേ. വന്യജീവി സങ്കേതം സിംഹവാലൻ കുരങ്ങുണ്ട്, പാലക്കാട് ജില്ല എന്ന് ഓർത്ത് വെച്ചേക്കുക. നെക്സ്റ്റ്, താഴെ കൊടുത്തിരിക്കുന്നവയിൽ നിന്നും ഐസോട്ടോപ്പുകളുടെ ജോഡി കണ്ടെത്തുക. ഇവിടെ കാർബണും നൈട്രജനും കാർബൺ ആർഗൺ കാൽസ്യം ഒക്കെ ഉണ്ട് അല്ലേ. അതിൽ ഐസോട്ടോപ്പുകളുടെ ജോഡി ഏതാണ്? ഐസോട്ടോപ്പുകളുടെ ജോഡി ഏതാണ്? ആൻസർ ഈസ് ഓപ്ഷൻ സി. ഇവിടെ കാർബൺ 12, 14 ആണ്.
അപദ്രവ്യങ്ങൾക്ക് അയിരിനേക്കാൾ സാന്ദ്രത കുറവാണെങ്കിൽ ഉപയോഗപ്പെടുത്തുന്ന സാന്ദ്രണ മാർഗം ഏതാണ്? അപദ്രവ്യങ്ങൾക്ക് അയിരിനേക്കാൾ സാന്ദ്രത കുറവാണെങ്കിൽ ഉപയോഗപ്പെടുത്തുന്ന സാന്ദ്രണ മാർഗം ഏതാണ്? ആൻസർ ഓപ്ഷൻ ഡി, ജലപ്രവാഹത്തിൽ കഴുകിയെടുക്കൽ. നെക്സ്റ്റ് വൺ, റെയർ എർത്ത്സ് എന്ന പേരിൽ അറിയപ്പെടുന്ന മൂലകങ്ങൾ ഏതാണ്? റെയർ എർത്ത്സ്. ആൻസർ എന്താണ്? ആൻസർ ഈസ് ഓപ്ഷൻ ബി, ലാന്തനോയിഡുകൾ. ലാന്തനോയിഡുകൾ. നെക്സ്റ്റ്, ഘനജലത്തിൻ്റെ രാസസൂത്രം ഏതാണ്? ഘനജലം എന്ന് പറയുമ്പോൾ അത് D2O. ഘനജലം D2O. നെക്സ്റ്റ്, ക്ലോറോഫിനിക്കോൾ എന്ന ഔഷധം താഴെ കൊടുത്തിട്ടുള്ളവയിൽ ഏത് വിഭാഗത്തിൽ പെടുന്നു? ഇവിടെ അനാൽജസ്റ്റിക്സ്, ആൻറ്റിബയോട്ടിക് ശരിക്കും അത് ആൻറ്റിബയോട്ടിക് ആണ്. ക്ലോറോഫിനിക്കോൾ എന്ന ആൻറ്റിബയോട്ടിക് ഒരു ഔഷധം അല്ല, ആൻറ്റിബയോട്ടിക്സ് എന്ന് പറയാം. ആൻറ്റിബയോട്ടിക്സ് ഉപയോഗിക്കുമ്പോൾ സ്ഥിരമായി കഴിക്കുമ്പോൾ ആ ആൻറ്റിബയോട്ടിക് ക്ലോറോഫിനിക്കോൾ എന്ന ആൻറ്റിബയോട്ടിക് കഴിക്കുമ്പോൾ ഉണ്ടാകുന്ന അത് അസ്ഥിമജ്ജയാണ് ബാധിക്കുക. ഏറ്റവും കൂടുതൽ അസ്ഥിമജ്ജയെ അത് ദോഷകരമായി ബാധിക്കുന്നുണ്ട്. അസ്ഥിമജ്ജയെ അല്ലേ, അസ്ഥിമജ്ജയെ അത് ദോഷകരമായി ബാധിക്കും. അപ്പോൾ നമുക്ക് രക്താണുക്കൾ RBC ഉണ്ടാകാൻ ഉള്ള ചാൻസ് കുറഞ്ഞു വരും. അപ്പോൾ ക്ലോറോഫിനിക്കോൾ എന്ന ആൻറ്റിബയോട്ടിക് മീൻസ് ഔഷധം ധാരാളം ഉപയോഗിക്കുമ്പോഴത്തേക്കിന് അത് അസ്ഥിമജ്ജയ്ക്ക് ദോഷകരമായി തീരുന്നു. ആ ഫാക്റ്റ് പഠിച്ചു വെക്കുക. ഇനി ഇവിടെ കൊടുക്കുന്ന ആൻറ്റിസെപ്റ്റിക് എന്ന് പറഞ്ഞാൽ എന്താണ്? ശരീരോപരിതലത്തിൽ നിന്നും രോഗാണുക്കളെ നശിപ്പിക്കുന്ന ഉപയോഗിക്കുന്ന ഔഷധമാണ്. ശരീര ഉപരിതലങ്ങളിലേക്ക്, നമ്മുടെ ശരീരത്തിനകത്തുള്ള അല്ലെങ്കിൽ ത്വക്കിലെ രോഗാണുക്കളെ നശിപ്പിക്കാൻ ഉപയോഗിക്കുന്നവയാണെന്ത്? ത്വക്കിലെ രോഗാണുക്കൾ നശിപ്പിക്കാൻ ഉപയോഗിക്കുന്നവയാണ് ആൻറ്റിസെപ്റ്റിക്കുകൾ എന്ന് പറഞ്ഞാൽ. ആൻറ്റിസെപ്റ്റിക് എന്ന് പറഞ്ഞാൽ അതാണ്. ഓക്കെ. അനാൽജസ്റ്റിക്സ് എന്താണ്? വേദന സംഹാരികളാണ്. അനാൽജസ്റ്റിക്സ് വേദന സംഹാരികൾ. ആൻറ്റിസെപ്റ്റിക് ത്വക്കിലെ രോഗാണുക്കളെ നശിപ്പിക്കുന്നവയാണ് ആൻറ്റിസെപ്റ്റിക്കുകൾ. ഓക്കെ. ശരിക്കും ക്ലോറോഫിനിക്കോൾ ഒരു ഔഷധം മീൻസ് ആൻറ്റിബയോട്ടിക്സ് ആണ്. ബട്ട് ഇവിടെ PSC ആൻസേഴ്സ് കൊടുത്തിട്ടില്ല. അതുകൊണ്ട് തന്നെ പക്ഷേ ക്ലോറോഫിനിക്കോൾ എന്ന ആൻറ്റിബയോട്ടിക് അല്ലെങ്കിൽ ഔഷധം സ്ഥിരമായി കഴിക്കുമ്പോൾ അത് അസ്ഥിമജ്ജയ്ക്ക് ദോഷമായി ബാധിക്കുന്നുണ്ട്. നെക്സ്റ്റ്, തന്മാത്രകളുടെ സ്ഥാനമാറ്റം മുഖേന താപം പ്രേഷണം ചെയ്യപ്പെടുന്ന രീതിയാണ് എന്ത്? ആൻസർ സംവഹനം. താഴെ തന്നിരിക്കുന്നവയിൽ പാരമ്പര്യ ഊർജ്ജസ്രോതസ് ഏതാണ്? ആൻസർ ഓപ്ഷൻ സി, മണ്ണെണ്ണ. ഇന്ത്യയുടെ ചൊവ്വ ദൗത്യം എന്ത് പേരിലാണ് അറിയപ്പെടുന്നത്? ചൊവ്വ ദൗത്യം, മംഗൾയാൻ. നെക്സ്റ്റ് വൺ, പ്രകാശം ഒരു മാധ്യമത്തിൽ നിന്ന് വ്യത്യസ്തമായ മറ്റൊരു മാധ്യമത്തിലേക്ക് കടക്കുമ്പോൾ അതിൻ്റെ പാതയ്ക്ക് വ്യതിയാനം സംഭവിക്കുന്നു. ഈ പ്രതിഭാസത്തിന് പറയുന്ന പേരെന്താണ്? അപവർത്തനം. ഒരു വസ്തുവിൻ്റെ സ്വന്തം അക്ഷത്തെ അടിസ്ഥാനമാക്കിയുള്ള ചലനമാണ് ഭ്രമണം എന്ന് പറയുന്നത്. അടുത്തത്, വായ് സത്യാഗ്രഹം നടന്ന വർഷം ഏതാണ്? 30-ലാണ് ആരംഭിക്കുന്നത്. കറക്റ്റായിട്ട് തരില്ല, 30-ലാണ് ആരംഭിക്കുന്നത്. നെക്സ്റ്റ് വൺ, പോർട്ടുഗീസുകാരുടെ കയ്യിൽ നിന്ന് ചാലിയം കോട്ട തിരിച്ചുപിടിക്കാൻ സാമൂതിരിയെ സഹായിച്ചത് ആരാണ്? പോർട്ടുഗീസുകാരുടെ കയ്യിൽ നിന്ന് ചാലിയം കോട്ട തിരിച്ചുപിടിക്കാൻ സാമൂതിരിയെ സഹായിച്ചത് ആരാണ്? ഓപ്ഷൻ സി, കുഞ്ഞാലി മരയ്ക്കാർ മൂന്നാമൻ. നെക്സ്റ്റ് വൺ, താഴെ പറയുന്നവയിൽ വള്ളത്തോൾ നാരായണ മേനോൻ്റെ കൃതി അല്ലാത്തത് ഏതാണ്? എൻ്റെ ഗുരുനാഥൻ, ബാബുജി, ഇന്ത്യയുടെ കരച്ചിൽ, പാഞ്ചാലി ശപഥം. ആൻസർ പാഞ്ചാലി ശപഥം. കൃതി അല്ലാത്തതാണ് പാഞ്ചാലി ശപഥം. എൻ്റെ ഗുരുനാഥൻ, ബാബുജി, ഇന്ത്യയുടെ കരച്ചിൽ എന്നിവയെല്ലാം വള്ളത്തോൾ നാരായണ മേനോൻ്റെയാണ്. നെക്സ്റ്റ് വൺ, ഭാരതീയ റിസർവ് ബാങ്കിൻ്റെ ആസ്ഥാനം ഏതാണ്? മുംബൈ. താഴെ പറയുന്നവയിൽ രാഷ്ട്രത്തിൻ്റെ നിർബന്ധിത ചുമതല ഏതാണ്? രാഷ്ട്രത്തിൻ്റെ നിർബന്ധിത ചുമതല ഏതാണ്? ആൻസർ അവകാശ സംരക്ഷണം. സതി എന്ന ശ്രദ്ധേയമായ ചിത്രം താഴെ പറയുന്നവരിൽ ആരുമായി ബന്ധപ്പെട്ടിരിക്കുന്നു?
നന്ദലാൽ ബോസ്. തിരുവിതാംകൂർ മുസ്ലിം മഹാജന സഭ സ്ഥാപിച്ച സാമൂഹ്യ പരിഷ്കർത്താവ് ആരാണ്? തിരുവിതാംകൂർ മുസ്ലിം മഹാജന സഭ സ്ഥാപിച്ച സാമൂഹ്യ പരിഷ്കർത്താവ് ആരാണ്? വക്കം അബ്ദുൽ ഖാദർ മൗലവി. വക്കം അബ്ദുൽ ഖാദർ മൗലവി. മലയാളത്തിലെ ആദ്യത്തെ വ്യാകരണ ഗ്രന്ഥം തയ്യാറാക്കിയത് ആര്? മലയാളത്തിലെ ആദ്യത്തെ വ്യാകരണ ഗ്രന്ഥം തയ്യാറാക്കിയത് ആരാണ്? ഡോക്ടർ ആഞ്ചലോസ് ഫ്രാൻസിസ്. വ്യാകരണ ഗ്രന്ഥം ഡോക്ടർ ആഞ്ചലോസ് ഫ്രാൻസിസ്. നെക്സ്റ്റ് വൺ, ഇന്ത്യയിൽ അനുഭവപ്പെടുന്ന പ്രാദേശികവാദം ലൂ. നെക്സ്റ്റ്, മാരകമായ നിപ്പയ്ക്ക് കാരണം വൈറസാണ്. ഇന്ത്യയുടെ അതിർത്തി ശരിയായി ക്രമപ്പെടുത്തുക. ആൻസർ ഓപ്ഷൻ ബി ആണ്. കിഴക്ക് ബംഗാൾ ഉൾക്കടൽ, പടിഞ്ഞാറ് അറബിക്കടൽ, തെക്ക് ഇന്ത്യൻ മഹാസമുദ്രം, വടക്ക് ഹിമാലയ പർവ്വതം അല്ലേ? അതോ ഏകദേശം എല്ലാം ഓർക്കാവുന്നതാണ്. കിഴക്ക് ബംഗാൾ ഉൾക്കടൽ, പടിഞ്ഞാറ് അറബിക്കടൽ, തെക്ക് ഇന്ത്യൻ മഹാസമുദ്രം, വടക്ക് ഹിമാലയ പർവ്വതം. ഏറ്റവും ചെറിയ ഫാക്റ്റ് തന്നെയാണത്, പക്ഷെ അറിഞ്ഞിരിക്കണം എന്നുള്ളതാണ്. നമുക്കറിയില്ല എന്നായിരിക്കും അല്ലേ? നെക്സ്റ്റ്, അത് നമുക്ക് തെറ്റിപ്പോവും. അപ്പോൾ അതൊക്കെ SCERT കണ്ട ടെക്സ്റ്റിലുള്ള സംഭവങ്ങളാണ്. ഇന്ത്യയുടെ ഭക്ഷ്യകലവറ എന്നറിയപ്പെടുന്നത് എന്താണ്? സമതലങ്ങൾ. ഇന്ത്യയിലെ ഏറ്റവും വലിയ പീഠഭൂമി ഏതാണ്? ഡെക്കാൻ പീഠഭൂമി. ഇന്ത്യയിലെ ഏറ്റവും വലിയ കൽക്കരിപ്പാടം ഏതാണ്? ജാറിയ. താഴെ കൊടുത്തിട്ടുള്ളവയിൽ നിന്നും പുനഃസ്ഥാപന ശേഷിയുള്ളതും ചെലവ് കുറഞ്ഞതും പരിസ്ഥിതി പ്രശ്നങ്ങൾ ഉണ്ടാകാത്തതുമായ ഊർജ്ജ സ്രോതസ്സുകൾ കണ്ടെത്തുക. ആൻസർ ഓപ്ഷൻ സി ആണ്. 2, 3, 5. ദാറ്റ് ഈസ് വേലിയോർജം, വേലിയേറ്റം, വേലിയിറക്കം, ജൈവവാതകം, ജിയോതെർമൽ, ദെൻ സൗരോർജം. താഴെ തന്നിരിക്കുന്നവയിൽ ഖാരിഫ് വിളകൾ അല്ലാത്തത് ഏതെല്ലാം? ആൻസർ ഓപ്ഷൻ ഡി ആണ്. 2, 3, 4, 8. 2 മീൻസ് ഗോതമ്പ്, കടുക്, പുകയില, നിലക്കടല. ഇതൊന്നും അല്ലാത്തവയാണ് അല്ലേ? നെല്ല്, ചോളം, പരുത്തി, ചണം, പഴവർഗ്ഗങ്ങൾ, കരിമ്പ് എന്നിവ എന്താണ്? ഖാരിഫ് വിളയാണ് കേട്ടോ. ഖാരിഫും റാബിയും ഒക്കെ സെക്ഷനാക്കി വെച്ചിട്ട് പഠിക്കണം. സയ്യിദ് വിളകൾ, 3 തരം വിളകളുണ്ടല്ലോ. നെക്സ്റ്റ് വൺ, യൂണിവേഴ്സൽ ഫൈബർ എന്നറിയപ്പെടുന്നത് എന്താണ്? യൂണിവേഴ്സൽ ഫൈബർ. ആൻസർ ഈസ് യൂണിവേഴ്സൽ ഫൈബർ ആരാണ്? യൂണിവേഴ്സൽ ഫൈബർ പരുത്തി. കരിമ്പ് കൃഷിയുമായി ബന്ധമില്ലാത്ത പ്രസ്താവന ഏതാണ്? കരിമ്പ് ഉൽപ്പാദനത്തിൽ ഇന്ത്യക്ക് 1ാം സ്ഥാനം. കരിമ്പ് കൃഷിക്ക് ആവശ്യമുള്ള എന്തൊക്കെയാണ്? ഉഷ്ണമേഖലാ വിളയായ കരിമ്പിന് ചൂടും മഴയുമുള്ള കാലാവസ്ഥയാണ് വേണ്ടത്. കറുത്ത മണ്ണ്, എക്കൽ മണ്ണ് തുടങ്ങിയവ മണ്ണിനങ്ങൾ കരിമ്പ് കൃഷിക്ക് അനുയോജ്യമാണ്. കരിമ്പ് വിളവെടുത്ത് കഴിഞ്ഞാൽ ഫാക്ടറികളിൽ എത്തിച്ച് അതിൻ്റെ നീരെടുത്തില്ലെങ്കിൽ കരിമ്പിൽ സുക്രോസിൻ്റെ അളവ് കുറയും. ഉടനെ തന്നെ ഫാക്ടറിയിലേക്ക് എത്തിക്കുക, അതിനെ ജ്യൂസാക്കി മാറ്റുന്നുണ്ട്. ഈ ക്വസ്റ്റ്യൻസ് കഴിഞ്ഞ തവണ ഞാൻ ക്വസ്റ്റ്യൻ ചെയ്തപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് മുഴുവൻ പറഞ്ഞാണ്. അതുകൊണ്ട് വീണ്ടും റിപ്പീറ്റ് ചെയ്യാൻ തോന്നുന്നേയില്ല. നെക്സ്റ്റ് വൺ, ക്വസ്റ്റ്യൻസ് വേഗം പഠിച്ചു പോവാം. സമത്വ സമാജം എന്ന പ്രസ്ഥാനം സ്ഥാപിച്ചതാരാണ്? സമത്വ സമാജം. ആൻസർ വൈകുണ്ഠസ്വാമികൾ. ചന്ദ്രയാൻ 3 വിക്ഷേപിച്ചത് എന്നാണ്? 2023 ജൂലൈ 14. സ്വത്തവകാശ മൗലികാവകാശങ്ങളുടെ പട്ടികയിൽ നിന്ന് നീക്കം ചെയ്ത ഭരണഘടനാ ഭേദഗതി ഏതാണ്? 44. അടുത്തത്, മൗലിക കടമകൾ ഇന്ത്യൻ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയ ഭരണഘടനാ ഭേദഗതി. മൗലിക കടമകൾ ഇന്ത്യൻ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയ ഭരണഘടനാ ഭേദഗതി ഏതാണ്? 42. ഉൾപ്പെടുത്തിയത് 42. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ്റെ പ്രഥമ ചെയർമാൻ ആരാണ്? രംഗനാഥ മിശ്ര. ദേശീയ പതാക രൂപകൽപ്പന ഭരണഘടനാ നിർമ്മാണ സഭ
അംഗീകരിച്ചത് എന്നാണ്? 22 ജൂലൈ 1947. വന്ദേ മാതരം ചിട്ടപ്പെടുത്തിയിരിക്കുന്നത് എങ്ങനെയാണ്? ഇവിടെ ചിട്ടപ്പെടുത്തിയിരിക്കുന്നത് ഇതിൻ്റെ വന്ദേ മാതരത്തിൻ്റെ ഭാഷ, രചിച്ച ഭാഷ ബംഗാളിയാണ് അല്ലേ? മറ്റേത് ചിട്ടപ്പെടുത്തിയ രാഗം ഏതാണ്? ദേശ് എന്ന് പറയും അല്ലേ? ചിട്ടപ്പെടുത്തിയ രാഗം ദേശാണ്, ദേശ്. ചിട്ടപ്പെടുത്തിയ രാഗം ദേശാണ്. രചിച്ച ഭാഷ ബംഗാളിയാണ്. എത്ര സെക്കൻഡ് ഉണ്ടത്? 65 സെക്കൻഡാണ് വന്ദേ മാതരത്തിൻ്റെ പറയുന്നത്. നെക്സ്റ്റ് വൺ, ദേശീയ ചിഹ്നത്തിൽ രേഖപ്പെടുത്തിയിട്ടുള്ള വാക്യം ഏതാണ്? സത്യമേവ ജയതേ. ഇന്ത്യയുടെ ദേശീയ പൈതൃക മൃഗം ആന. കേന്ദ്ര വിവരാവകാശ കമ്മീഷൻ രൂപീകരിച്ച വർഷം? നെക്സ്റ്റ് വൺ, ഇന്ത്യൻ ഭരണഘടനയുടെ ഏത് ഭാഗത്താണ് മൗലിക കടമകളെക്കുറിച്ച് പ്രതിപാദിക്കുന്നത്? മൗലിക കടമകളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭാഗം ഏതാണ്? 4A. നെക്സ്റ്റ് വൺ, റിട്ടുകൾ പുറപ്പെടുവിക്കുന്നതിന് ഹൈക്കോടതിക്ക് അധികാരം നൽകുന്ന ഭരണഘടനാ അനുച്ഛേദം? റിട്ടുകൾ പുറപ്പെടുവിക്കാൻ ഹൈക്കോടതിക്ക് വരുമ്പോൾ ഹൈക്കോടതി വരുന്ന അധികാരം ഏതാണ്? ഹൈക്കോടതി വരുന്ന ആൻസർ 226 ആണ്. ഹൈക്കോടതി റിട്ട് എന്ന് പറയുമ്പോൾ 226. ഹൈക്കോടതി റിട്ട് 226. ഹൈക്കോടതി 226 ആണ്. നെക്സ്റ്റ് വൺ, INA രൂപീകരിച്ചത് ആരായിരുന്നു? സുഭാഷ് ചന്ദ്രബോസ്. സുഭാഷ് ചന്ദ്രബോസ്. ഇന്ത്യൻ വർത്തമാന പത്രങ്ങളെ നിയന്ത്രിക്കുവാൻ വേണ്ടി പ്രാദേശിക ഭാഷാ പത്രനിയമം നടപ്പിലാക്കിയ പ്രഭു ആരാണ്? പ്രാദേശിക ഭാഷാ പത്രനിയമം നടപ്പിലാക്കിയത് ആരാണ്? ലിട്ടൺ പ്രഭു. പ്രാദേശിക ഭാഷ ലിട്ടൺ പ്രഭു. വിധവകൾക്ക് വിദ്യാഭ്യാസം നൽകുന്നതിന് വേണ്ടി പണ്ഡിത് രമാഭായി ബോംബെയിൽ സ്ഥാപിച്ച സ്ഥാപനം? പണ്ഡിത് രമാഭായി ബോംബെയിൽ സ്ഥാപിച്ച സ്ഥാപനം ഏതാണ്? ശാരദാ സദൻ. പണ്ഡിത് രമാഭായി ശാരദാ സദൻ. ഇന്ത്യയുടെ അഭിമാന സ്ഥാപനമായ ISRO രൂപീകരിച്ച വർഷം ഏതാണ്? 1969 ആണ്. 1900 ISRO 1969. ISRO 69. ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സഭയുടെ അധ്യക്ഷൻ? ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സഭയുടെ അധ്യക്ഷൻ ആരാണ്? ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. നമ്മുടെ ദേശീയ ഗീതമായ വന്ദേ മാതരം എടുത്തത് ഏത് കൃതിയിൽ നിന്നാണ്? ആനന്ദമഠം. അവരുടെ ജന്മദിനമാണ് നവംബർ 11. ദേശീയ വിദ്യാഭ്യാസ ദിനമായി ആചരിക്കുന്നത്? ദേശീയ വിദ്യാഭ്യാസ ദിനം എന്നാണ്? നവംബർ 11. മൗലാന അബ്ദുൽ കലാം ആസാദ്. നവംബർ 11 ദേശീയ വിദ്യാഭ്യാസ ദിനം. മൗലാന അബ്ദുൽ കലാം ആസാദ്. വിദ്യാഭ്യാസ ദിനം ആസാദ്. നെക്സ്റ്റ്, സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷൻ്റെ ഭാഗമല്ലാത്തത് ആരാണ്? ബസ്ലേലി, HN കുൻസ്രു, KM പണിക്കർ, VP മേനോൻ അല്ലേ? വരാത്തത് ആരാണ്? ആൻസർ ഓപ്ഷൻ C, VP മേനോൻ. ഇന്ത്യയിലെ ദാരിദ്ര്യത്തിൻ്റെയും പട്ടിണിയുടെയും കാരണങ്ങളെ ചോർച്ച സിദ്ധാന്തമായി ആവിഷ്കരിച്ചത്? ഇപ്പോഴും ചോർച്ചയുണ്ട്. ചോർച്ചയുടെ ആരാണ്? ആൻസർ ഈസ് ദാദാഭായ് നവറോജിയുടെയാണ് ചോർച്ച. കപ്പലോട്ടിയ തമിഴൻ എന്ന പേര് അറിയപ്പെടുന്ന ആരാണ്? കപ്പൽ ഓട്ടിയ തമിഴൻ VO ചിദംബരം പിള്ള. കപ്പലോട്ടിയ തമിഴൻ VO ചിദംബരം പിള്ള. കേരളത്തിലെ ഏറ്റവും വലിയ ജില്ല ഇടുക്കി ജില്ല. ദുമാറി, ഇടുക്കി ജില്ല. മികച്ച നടനുള്ള ദേശീയ പുരസ്കാരം ലഭിച്ച ആദ്യത്തെ മലയാള നടൻ ആരാണ്? ആൻസർ PJ ആൻ്റണി. നെക്സ്റ്റ് വൺ, ഏഷ്യാഡിൽ സ്വർണം നേടിയ ആദ്യ മലയാളി വനിത ആരാണ്? ഏഷ്യാഡിൽ സ്വർണം നേടിയ മലയാളി വനിത MD വത്സമ്മ. MD വത്സമ്മ. പാത്രക്കടവ് വെള്ളച്ചാട്ടം ഏത് നദിയുടെ ഭാഗമാണ്? കുന്തിപ്പുഴ. പാത്രക്കടവ് വെള്ളച്ചാട്ടം പാത്രക്കടവ് വെള്ളച്ചാട്ടം കുന്തിപ്പുഴ. വയനാട് ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന എടക്കൽ ഗുഹകൾ ഏതു കാലഘട്ടത്തിൻ്റെ അവശേഷിപ്പുകളാണ്?
അവശേഷിപ്പാണ് എടയ്ക്കൽ ഗുഹ. എടയ്ക്കൽ ഗുഹ നവീന ശിലായുഗം. എടയ്ക്കൽ ഗുഹ ഏത് കാലഘട്ടം? നവീന ശിലായുഗം. എടയ്ക്കൽ ഗുഹ നവീന ശിലായുഗം. ഏറ്റവും കൂടുതൽ കണ്ടൽക്കാടുള്ള ജില്ല. കണ്ടൽക്കാടുള്ള ജില്ല കല്ലേൽ പൊക്കുടൻ. കണ്ടൽക്കാടുള്ള ജില്ല ഏതാണ്? കണ്ണൂരാണ്. എല്ലാം കായിടമയം. സൈലൻറ്റ് വാലി ദേശീയോദ്യാനമായി പ്രഖ്യാപിക്കപ്പെട്ട വർഷം. കണ്ടില്ലേ വീണ്ടും. സൈലൻറ്റ് വാലി ദേശീയോദ്യാനമായി പ്രഖ്യാപിക്കപ്പെട്ട വർഷം ഏതാണ്? 1984. ബാണാസുര സാഗർ അണക്കെട്ട് സ്ഥിതി ചെയ്യുന്നത് ഏത് ജില്ലയിലാണ്? ബാണാസുര സാഗർ അണക്കെട്ട് എവിടെയാണുള്ളത്? അങ്ങ് പോകണം, വയനാട് മല കയറി പോകണം. ബാണാസുര സാഗർ അണക്കെട്ട് കാണണമെങ്കിൽ മണ്ണ് കൊണ്ടുള്ളതാണ്. വയനാട് പോകണം. ചുരം കയറിയെങ്കിലേ ബാണാസുര സാഗർ അണക്കെട്ട് കാണാൻ പറ്റുള്ളൂ. വയനാട്. നെക്സ്റ്റ്, കേരളത്തിലെ ആദ്യത്തെ കാറ്റാടി വൈദ്യുത നിലയം ഏതാണ്? കാറ്റാടി വൈദ്യുത നിലയം ഏതാണ്? ആൻസർ കഞ്ചിക്കോട്. കഞ്ചിക്കോട് കാറ്റാടി. നെക്സ്റ്റ് വൺ, കേരളത്തിലെ ഏറ്റവും വലിയ റെയിൽവേ സ്റ്റേഷൻ. ഏറ്റവും വലിയ റെയിൽവേ സ്റ്റേഷൻ ഷൊർണൂർ. നെക്സ്റ്റ് വൺ, ബ്രിട്ടീഷ് ഭരണത്തോടുള്ള എതിർപ്പ് വെണ്ണീജഭരണം എന്ന പ്രയോഗത്തിലൂടെ പ്രകടിപ്പിച്ചതാരാണ്? വെണ്ണീജഭരണം. വൈകുണ്ഠസ്വാമികൾ. ഞങ്ങളുടെ കുട്ടികൾക്ക് പഠിക്കാൻ സൗകര്യം നൽകിയില്ലെങ്കിൽ കാണായ പാഠങ്ങളിലെല്ലാം മുട്ടിപ്പുല്ല് കുരിപ്പിക്കും. ആരാണ് ഈ പ്രഖ്യാപനം നടത്തിയത്? മുട്ടിപ്പുല്ല് കുരിപ്പിക്കുമെന്ന് പറഞ്ഞത് അദ്ദേഹമാണ്. ആരാണത്? മുട്ടിപ്പുല്ല് കുരിപ്പിക്കുമെന്ന് പറഞ്ഞത് അയ്യങ്കാളിയാണ്. മുട്ടിപ്പുല്ല് കുരിപ്പിക്കുമെന്ന് പറഞ്ഞത് അയ്യങ്കാളിയാണ്. സവർണജാഥ ഏത് സമരവും ബന്ധപ്പെട്ടു? സവർണജാഥ എവിടെയായിരുന്നു? സവർണജാഥ മന്നത്ത് പത്മനാഭൻ്റെ സവർണജാഥ എവിടെയായിരുന്നു? അത് വൈക്കം സത്യാഗ്രഹം അല്ലേ? സഞ്ചാര സ്വാതന്ത്ര്യത്തിന് വേണ്ടി വൈക്കം സത്യാഗ്രഹം. നെക്സ്റ്റ് വൺ, വേദാധികാര നിരൂപണം ആരുടെ കൃതിയാണ്? വേദാധികാര നിരൂപണം ആരുടെ കൃതിയാണ്? ചട്ടമ്പി സ്വാമികൾ അല്ലേ? പ്രാചീന മലയാളവും വന്നിരുന്നു ചട്ടമ്പി സ്വാമികൾ. താഴ്ത്തന്നിരിക്കുന്ന കൃതികളിൽ ശ്രീനാരായണ ഗുരുവിൻ്റെത് അല്ലാത്ത കൃതി ഏതാണ്? അല്ലാത്തത് ജാതിക്കുമ്മിയാണ് അല്ലേ? ജാതിക്കുമ്മിയാണ് അല്ലാത്ത വന്നേക്കുന്നത്. ജാതിക്കുമ്മി പണ്ഡിറ്റ് കറുപ്പൻ്റെ ആണത്. ആത്മോപദേശ ശതകം, ദൈവദശകം, ദർശനമാലയെല്ലാം ശ്രീനാരായണ ഗുരുവിൻ്റെയാണ്. ആത്മോപദേശ ശതകം, ദർശനമാല, ദൈവദശകമെല്ലാം ശ്രീനാരായണ ഗുരു അല്ലേ? ജാതിക്കുമ്മിയാണ് ഇവിടുത്തെ ആൻസർ. ആരുടെയാണത്? പണ്ഡിറ്റ് കറുപ്പൻ്റെ. നെക്സ്റ്റ് വൺ, പ്രൈമറി വിദ്യാഭ്യാസം സൗജന്യമാക്കിക്കൊണ്ട് ഉത്തരവ് പുറപ്പെടുവിച്ച തിരുവിതാംകൂർ ഭരണാധികാരി ആരാണ്? റിപ്പീറ്റ് ക്വസ്റ്റ്യൻ വന്നു അല്ലേ? പ്രൈമറി വിദ്യാഭ്യാസം ഗൗരി പാർവതിഭായ്. പഴശ്ശിരാജാവിൻ്റെ ജീവചരിത്രമാക്കിയ നോവലാണ് കേരള സിംഹം. രചിച്ചത് ആരാണ്? പഴശ്ശിരാജയുടേത് സർദാർ കെ എം പണിക്കർ. 1916 മലബാർ ജില്ലാ കോൺഗ്രസിൻ്റെ ആദ്യ സമ്മേളനം പാലക്കാട്ട് വെച്ച് നടന്നു. ആരുടെ അധ്യക്ഷതയിൽ? ആൻസർ ആനി ബസന്റ്. പ്രത്യക്ഷരക്ഷാ ദേവസഭയുടെ രൂപീകരണത്തിന് നേതൃത്വം നൽകിയത് പ്രത്യക്ഷരക്ഷാ ദേവസഭ ആരാണ്? കുമാരഗുരുദേവൻ. രക്ഷാദേവസഭ കുമാരഗുരുദേവൻ. നെക്സ്റ്റ്, ഇൻ്റർനാഷണൽ കോൺഗ്രസിൻ്റെ അധ്യക്ഷ പദവിയിലിരുന്ന ഒരേ ഒരു മലയാളി. ആൻസർ ഈസ് അറിയാം, ചേറ്റൂർ ശങ്കരൻ നായർ. അമരാവതി സമ്മേളനം, ചേറ്റൂർ ശങ്കരൻ നായർ. നെക്സ്റ്റ് വൺ, മസ്തിഷ്കത്തെ പൊതിഞ്ഞ് സംരക്ഷിക്കുന്ന ആവരണം. മസ്തിഷ്കം നമ്മുടെ തലച്ചോറിനെ പൊതിഞ്ഞ് സംരക്ഷിക്കുന്ന ആവരണം ഏതാണ്? മെനിഞ്ചസ് അല്ലേ? മെനിഞ്ചസും ഇരട്ടപ്പാളിയാണത്. അപ്പോൾ അതിനിടയ്ക്ക് ഒരു ദ്രാവകമുണ്ട്, മെനിഞ്ചസ് അല്ലേ, ഫ്ലൂയിഡ് ഉണ്ട്. അപ്പോൾ അതിലുണ്ടാകുന്ന ഇൻഫെക്ഷൻസ് വരുമ്പോൾ മെനിഞ്ചൈറ്റിസ് എന്ന രോഗം ഉണ്ടാകുന്നുണ്ട് അല്ലേ? പെരിക്കാർഡിയം ഹൃദയത്തിൻ്റെയാണ്. പ്ലൂറ എന്ന് പറയുമ്പോൾ ആരാണ്? പ്ലൂറ ശ്വാസകോശമാണ്. മൈൽ ന്യൂറ എന്ന് പറയുമ്പോൾ എവിടെ വരാം? അത് നമ്മുടെ ഇതില്ലേ നാഡീയ ആവേഗങ്ങളുണ്ടല്ലോ, ആക്സോൺ ഡെൻഡ്രോൺ ഒക്കെ വരുന്ന ഭാഗം അല്ലേ? ഇതുപോലെ ആക്സോൺ ഡെൻഡ്രോൺ ഒക്കെ വരുന്ന ഭാഗമുണ്ട്. ഇവിടെ സിനാപ്സ് ഉണ്ട് അല്ലേ? ഇതിൻ്റെ പുറത്ത് കാണുന്ന വെളുത്ത ആവരണമാണെന്ത്? മൈൽ ന്യൂറ. അതാണ്. അപ്പോൾ ആക്സോണുകളുടെ പുറത്ത് കാണുന്ന നാഡിയുടെ ഒരു ഭാഗമാണ് ആക്സോണിൻ്റെ പുറത്ത് കാണുന്ന ആവേഗങ്ങൾ ഇതിൽ കൂടി പോകുന്ന ആവേഗങ്ങൾ
അല്ലേ? നമ്മളൊന്ന് പിച്ചി എന്ന് തലച്ചോറ് അറിയിക്കുന്ന സാധനം ഇതാണ്, വേഗം ഓടിപ്പോകും. ആ വേഗം സിനാപ്സ് വഴി കടന്നില്ലേ, അവിടെ അസറ്റിൽ കോളിന് ഇടയ്ക്കുണ്ട്, 2 സിനാപ്സിനിടയ്ക്ക് അസറ്റിൽ കോളിൻ ഇവിടെയുണ്ട്. അപ്പോൾ അതുവഴി വേഗം കടന്ന് ഇങ്ങനെ പോയിട്ട് വേഗം കടന്ന് തലച്ചോറിലെത്തും. അപ്പോൾ ആക്സോണിൻ്റെ പുറത്ത് കാണുന്ന നാഡീയാവയവങ്ങളുടെ പുറത്ത് കാണുന്ന വെളുത്ത ആവരണമാണെന്ത്? മൈലിൻ ഉറ. നെക്സ്റ്റ്, ഒരു ബാക്ടീരിയ രോഗമല്ലാത്തത് ഏതാണ്? ആൻസർ ഹെപ്പറ്റൈറ്റിസ്. നെക്സ്റ്റ്, അയഡിൻ്റെ അഭാവത്തിൽ തൈറോക്സിൻ്റെ ഉൽപ്പാദനം തടസ്സപ്പെടുന്നു. തൈറോക്സിൻ ഉൽപ്പാദിപ്പിക്കുവാനുള്ള ഒരു ശ്രമം എന്ന നിലയിൽ തൈറോയ്ഡ് ഗ്രന്ഥി അമിതമായി വളരുന്നു. ഈ അവസ്ഥയാണ് എന്ത്? ഈ അവസ്ഥ ഏതാണ്? ഗോയിറ്ററാണ്. കൈക്കുഴ, കാൽക്കുഴ എന്നീ ശരീരഭാഗങ്ങളിൽ കാണപ്പെടുന്ന അസ്ഥിസന്ധി ഏതാണ്? തെന്നി നീങ്ങുന്ന സന്ധി. കേരളത്തിൽ ശിശു മാതൃ മരണനിരക്കുകൾ കുറയുന്നതിൻ്റെ ഭാഗമായി നവജാത ശിശുക്കളിൽ നടത്തിവരുന്ന കോംപ്രിഹെൻസീവ് ന്യൂബോൺ സ്ക്രീനിംഗ് പ്രോഗ്രാം ഏത് പേരിൽ അറിയപ്പെടുന്നു? ശിശു മരണനിരക്ക് കുറയ്ക്കാൻ, ശിശുക്കളുടെയും മാതാവിൻ്റെയും മരണനിരക്ക് കുറയ്ക്കാൻ വേണ്ടി നടത്തുന്ന കോംപ്രിഹെൻസീവ് ന്യൂബോൺ സ്ക്രീനിംഗ് പ്രോഗ്രാം ഏതാണ്? ആൻസർ ശലഭം പദ്ധതി. ഈ ക്വസ്റ്റ്യൻ മറ്റൊരു തരത്തിൽ ചോദിച്ചിട്ടുണ്ട്. ആൻസർ ശലഭം തന്നെ. അവിടെയും ശിശുക്കളുടെ സംരക്ഷണമാണ് വരുന്നത്, ശലഭം. നെക്സ്റ്റ്, പാരിസ്ഥിതിക ആരോഗ്യ പ്രശ്നങ്ങൾ പ്രതിപാദിക്കുന്ന റേച്ചൽ കഴ്സൻ്റെ പുസ്തകം ഏതാണ്? നിശബ്ദ വസന്തം. സൈലൻറ്റ് വാലിലൂടെ ഒഴുകുന്ന പുഴ ഏതാണ്? കുന്തിപ്പുഴ. നെക്സ്റ്റ് വൺ, കേന്ദ്ര തോട്ടവിള ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? കാസർഗോഡ്. 2021 ലോക പരിസ്ഥിതി ദിനത്തിൻ്റെ മുദ്രാവാക്യം എന്താണ്? പരിസ്ഥിതി പുനഃസ്ഥാപനം. ഓപ്ഷൻ ഡി. ഉപ്പിൻ്റെ അംശമുള്ള സ്ഥലങ്ങളിൽ കൃഷി ചെയ്യുന്ന അത്യുൽപാദന ശേഷിയുള്ള ഒരു നെല്ലിനം ഏതാണ്? ഏഴവും. ഉപ്പിൻ്റെ അംശം ഏഴവും. ആറ്റത്തിനുള്ളിൽ കാണപ്പെടുന്ന കണങ്ങളുടെ പേരും അവയുടെ ചാർജും തന്നിരിക്കുന്നു. ശരിയായ ജോഡികൾ ഏതൊക്കെയാണ്? ഇലക്ട്രോൺ നെഗറ്റീവ് ചാർജ്, ദെൻ പ്രോട്ടോൺ പോസിറ്റീവ് ചാർജ് ഇല്ലേ? ന്യൂട്രോണിന് ചാർജില്ല. ഇലക്ട്രോൺ നെഗറ്റീവ് ചാർജ്, പ്രോട്ടോൺ പോസിറ്റീവ് ചാർജ്, ന്യൂട്രോണിന് ചാർജ് ഇല്ല. ഏത് ലോഹത്തിൻ്റെ അയിരാണ് കലാമിൻ? സിങ്ക്. അഷ്ടനിയമം ആവിഷ്കരിച്ചതാരാണ്? അഷ്ടനിയമം ആവിഷ്കരിച്ചത് ആരാണ്? ന്യൂലാൻഡ്സ്. ജലത്തിൻ്റെ ഘടകമൂലകങ്ങൾ ഏതൊക്കെ? ഹൈഡ്രജനും ഓക്സിജനും അല്ലേ? H2O, ഹൈഡ്രജനും ഓക്സിജനും. നെക്സ്റ്റ് വൺ, തെർമോപ്ലാസ്റ്റിക്കിന് ഉദാഹരണം ഏതാണ്? PVC പൈപ്പുകളെ ഓർക്കാം. തെർമോപ്ലാസ്റ്റിക്, PVC ഓർക്കുക. ഇൻക്യുബേറ്ററിൽ മുട്ട വിരിയിക്കുന്നത് ഏത് താപപ്രസരണത്തിനുള്ള ഉദാഹരണമാണ്? ആൻസർ എന്താണ്? വികിരണം അല്ലേ? ഇൻക്യുബേറ്റർ എന്ന് പറയുമ്പോൾ മുട്ട ഇവിടെ ഇങ്ങനെ വെച്ചിട്ട് അല്ലേ, മുകളിൽ ഇങ്ങനെ ലൈറ്റ് തൂക്കി ഇടുകയല്ല ചെയ്യുന്നത്. അപ്പോൾ ഈ ലൈറ്റ് വെളിച്ചം ഇങ്ങനെ മേളിൽ നിന്ന് ഇങ്ങോട്ട് പലയിടത്തും കാണത്തില്ലേ, ലൈറ്റ് ഇങ്ങനെ എല്ലായിടത്തും കാണും. മുട്ട ഇവിടെ ഇങ്ങനെ താഴെ ഒരുപാട് വെച്ചേക്കും. അപ്പോൾ നമ്മുടെ സൂര്യപ്രകാശം വികിരണം വഴി നമുക്ക് കിട്ടുക. അതേപോലെ തന്നെ ഇവിടെ എന്താണ്? വികിരണമാണ് ലൈറ്റ് കിട്ടുക, ചൂട് കിട്ടുക. അത് ഓർത്താൽ മതി. നെക്സ്റ്റ് വൺ, സമതലദർപ്പണത്തിൽ രൂപപ്പെടുന്ന പ്രതിബിംബത്തിൻ്റെ സവിശേഷത അല്ലാത്ത ഏതാണ്? സമതലദർപ്പണത്തിൽ രൂപപ്പെടുന്ന പ്രതിബിംബത്തിൻ്റെ സവിശേഷത അല്ലാത്തത് ഏതാണ്? ആൻസർ ഓപ്ഷൻ സി ആണ് വരുന്നത്. 2ഉം 3ഉം ആണ്. ഓപ്ഷൻ സി. നെക്സ്റ്റ് വൺ, ചന്ദ്രൻ ഒരു തവണ ഭ്രമണം ചെയ്യാൻ വേണ്ട സമയം എത്രയാണ്? 27 ദിവസം. പെൻസിൽ കോമ്പസിൽ ഘടിപ്പിച്ച് വൃത്തം വരയ്ക്കുമ്പോൾ പെൻസിലിൻ്റെ ചലനം ഏതു തരം ചലനമാണ്? പെൻസിൽ കോമ്പസിൽ ഘടിപ്പിച്ചിട്ട് അല്ലേ, ഇതെൻ്റെ സാധനം, ഇത് പെൻസിലാണെങ്കിൽ ഇതിങ്ങനെ കറങ്ങും അല്ലേ. ഏത് തരം
ഒരിടത്ത് ഇത് നിൽക്കുന്നു, ബാക്കി ഇത് മാത്രം കറങ്ങിക്കൊണ്ടേ ഇരുന്നു അല്ലേ. അപ്പോൾ അത് ഏത് തരം ചലനമാണ്? ഏത് തരം ചലനമാണ്? നമുക്ക് തന്നെ പറയാം. ഏത് തരം ചലനമാണത്? വർത്തുള ചലനം അല്ലേ, വൃത്താകൃതി, വർത്തുള ചലനമാണ്. നെക്സ്റ്റ്, ഏറ്റവും കൂടുതൽ ഊർജ്ജമുള്ള വെള്ളത്തിൻ്റെ അവസ്ഥ. ഏറ്റവും കൂടുതൽ ഊർജ്ജമുള്ള വെള്ളത്തിൻ്റെ അവസ്ഥ ഏതാണ്? നീരാവിയാണ് അല്ലേ. നീരാവിയാണ്. അടിച്ചാൽ കൈ ഒരുപാട് പൊള്ളിപ്പോവും അല്ലേ. ചുടുവെള്ളത്തിലിടുന്നതിനേക്കാൾ കൂടുതൽ നീരാവി തട്ടുമ്പോഴാണ് നമ്മുടെ കൈ പൊള്ളി വേഗം ഇളകുക. അപ്പോൾ അത് ഓർത്താൽ മതി. 2023 16ാമത് പുരുഷ ഏഷ്യ കപ്പ് ക്രിക്കറ്റ് നേടിയത് ആരാണ്? ആൻസർ ഓപ്ഷൻ ബി, ഇന്ത്യ. നെക്സ്റ്റ്, പറക്കം സിഖ് എന്നറിയപ്പെടുന്ന ഇന്ത്യൻ മിൽഖാ സിംഗ് അന്തരിച്ച വർഷം. പറക്കം സിഖ് എന്നറിയപ്പെടുന്ന ഇന്ത്യൻ മിൽഖാ സിംഗ് അന്തരിച്ച വർഷം ഏതാണ്? 2021. 2021 അദ്ദേഹം അന്തരിക്കുന്നു. വർണ്ണാന്ധത കണ്ടുപിടിച്ചത് ആരാണ്? ജോൺ ഡാൾട്ടൺ. വർണ്ണാന്ധത കണ്ടുപിടിച്ചത് ജോൺ ഡാൾട്ടൺ. പ്രഗ്യാൻ റോവർ വിക്ഷേപിച്ചത് എന്നാണ്? പ്രഗ്യാൻ റോവർ വിക്ഷേപിച്ചത് എന്നാണ്? 22 ജൂലൈ 2019. 22 ജൂലൈ 2019 പ്രഗ്യാൻ റോവർ കണ്ടുപിടിച്ചത്. വിക്ഷേപിച്ചത് പ്രഗ്യാൻ റോവർ വിക്ഷേപിച്ചത് 2022 ആണോ? 2019 ജൂലൈ 22 പ്രഗ്യാൻ റോവർ. പുറത്തോണം വർഷങ്ങളുടെ അന്തരം. നെക്സ്റ്റ്, 2019 പ്രഗ്യാൻ റോവർ വിക്ഷേപിച്ചിട്ടുണ്ടായിരുന്നു. ഇലക്ഷൻ കമ്മീഷൻ രൂപീകൃതമായത് എന്നാണ്? ഇലക്ഷൻ കമ്മീഷൻ രൂപീകൃതമായത് എന്നാണ്? 1950 ജനുവരി 25 ഇലക്ഷൻ കമ്മീഷൻ. ജനുവരി 26 എല്ലാവർക്കും അറിയാം. സോ 25 ഇലക്ഷൻ കമ്മീഷൻ രൂപീകൃതമായി എന്ന് ഓർക്കുക. കേന്ദ്ര കോർപ്പറേറ്റ് കാര്യമന്ത്രി ആരാണ്? നിർമ്മല സീതാരാമൻ. നെക്സ്റ്റ് വൺ, രാജാറാം മോഹൻ റോയ് ബംഗാളി ഭാഷയിൽ ആരംഭിച്ച പത്രം ഏതാണ്? രാജാറാം മോഹൻ റോയ് ബംഗാളി ഭാഷയിൽ ആരംഭിച്ച പത്രം ഏതാണ്? സംവാദ് കൗമുദി. സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യ വോട്ടർ ആരാണ്? ശ്യാം ശരൺ നേഗി. ഉൽക്കാവർഷ പ്രദേശം എന്നറിയപ്പെടുന്ന അന്തരീക്ഷ പാളി ഏതാണ്? മീസോസ്ഫിയർ അല്ലേ. മീസോസ്ഫിയർ ആണ് ഉൽക്കാവർഷ പ്രദേശം. മീസോസ്ഫിയർ ആണ്. ഇന്ത്യൻ അസ്വസ്ഥതയുടെ പിതാവ് എന്ന വാലന്റൈൻ ഷിറോൾ വിശേഷിപ്പിച്ചത് ആരെയാണ്? ഇന്ത്യൻ അസ്വസ്ഥതയുടെ പിതാവ് ആരാണ്? ആൻസർ ബാലഗംഗാധര തിലകാണ്. തിലക് തൊടുമ്പോൾ അസ്വസ്ഥത കാണിക്കുന്നു. നെക്സ്റ്റ്, കർണാടകത്തിലെ പ്രധാന ആണവോർജ്ജ നിലയം ഏതാണ്? കൈഗയാണ്. കർണാടകത്തിലെ കൈഗ. നെക്സ്റ്റ്, ധാതുക്കളുടെ കലവറ എന്ന് വിളിക്കുന്ന ഭൂപ്രകൃതി വിഭാഗം ഏതാണ്? ഉപദ്വീപീയ പീഠഭൂമി. നെക്സ്റ്റ്, ലാവ തണുത്തുറഞ്ഞുണ്ടായ പീഠഭൂമി ഏതാണ്? ഡെക്കാൻ പീഠഭൂമി. നെക്സ്റ്റ്, അമരാവതി ഏത് നദിയുടെ പോഷക നദിയാണ്? കാവേരി. സുവർണ ചതുഷ്കോണ സൂപ്പർ ഹൈവേ ബന്ധിപ്പിക്കുന്ന സ്ഥലങ്ങൾ ഏതൊക്കെയാണ്? ഓപ്ഷൻ ഡി, ഡൽഹി, മുംബൈ, ചെന്നൈ, കൊൽക്കത്ത. നെക്സ്റ്റ് വൺ, ഇന്ത്യയിലെ ഏറ്റവും ഉയരമുള്ള കൊടുമുടിയായ മൗണ്ട് K2 അഥവാ ഗോഡ്വിൻ ഓസ്റ്റിൻ സ്ഥിതി ചെയ്യുന്ന പർവ്വതനിര ഏതാണ്? മൗണ്ട് K2 സ്ഥിതി ചെയ്യുന്ന പർവ്വതനിര ഏതാണ്? കാരക്കോറം. കോട്ടോണോപോളിസ് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ഇന്ത്യയുടെ പ്രധാന നഗരം? കോട്ടോണോപോളിസ് മുംബൈയാണ്. ദക്ഷിണേന്ത്യയിലെ ആദ്യത്തെ ഇരുമ്പുരുക്ക് വ്യവസായശാല ഏതാണ്? വിശ്വേശ്വരയ്യ അയൺ ആൻഡ് സ്റ്റീൽ വർക്ക്സ് ലിമിറ്റഡ് ആണ് ദക്ഷിണേന്ത്യയിലെ ആദ്യത്തെ ഇരുമ്പുരുക്ക് വ്യവസായശാല. നെക്സ്റ്റ് വൺ, ഇന്ത്യയിലെ ഏറ്റവും വലിയ പെട്രോളിയം ഖനി ഏതാണ്? പെട്രോളിയം ഖനി മുംബൈ ഹൈ പെട്രോളിയം ഖനിയാണ് ചോദിച്ചേക്കുന്നത്. മുംബൈ ഹൈ. ഉപദ്വീപീയ നദികളിൽ ഏറ്റവും നീളം കൂടിയ നദി ഏതാണ്? ഗോദാവരി. ഉപദ്വീപീയ നദികളിൽ ഗോദാവരി. ഭരണഘടനാ നിർമ്മാണ സമിതിയുടെ സ്ഥിരം അധ്യക്ഷൻ ആരാണ്? ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. അയിത്താചരണം ശിക്ഷാർഹമായ കുറ്റമായി പ്രഖ്യാപിക്കുന്ന ഭരണഘടനാ വകുപ്പ് ഏതാണ്? ആർട്ടിക്കിൾ 17 അയിത്താചരണം, അൺടച്ചബിലിറ്റി. മൗലിക കടമകൾ ഇന്ത്യൻ ഭരണഘടനയുടെ എത്രാമത്തെ
ആർട്ടിക്കിളിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്? മൗലിക കടമകൾ. അനുച്ഛേദം 51A. കേരളത്തിലെ ഇപ്പോഴത്തെ മുഖ്യ വിവരാവകാശ കമ്മീഷണർ ആരാണ്? ഇവിടെ നോക്കാം, വിശ്വാസ് മേത്ത. ജനങ്ങളുടെ മൗലിക അവകാശങ്ങളുടെ സംരക്ഷകനാണ്. ജനങ്ങളുടെ മൗലിക അവകാശങ്ങളുടെ സംരക്ഷകനാണ് സുപ്രീം കോടതി. ഇന്ത്യയുടെ ദേശീയ ഗാനമായ ജനഗണമന ആലപിക്കേണ്ട സമയദൈർഘ്യം ഏതാണ്? 52 സെക്കൻഡ്. നെക്സ്റ്റ്, മൗലിക അവകാശങ്ങളുടെ പട്ടികയിൽ നിന്നും സ്വത്തവകാശം നീക്കം ചെയ്ത് ഒരു സാധാരണ നിയമാവകാശമാക്കി മാറ്റിയ ഭരണഘടനാ ഭേദഗതി ഏതാണ്? 44ാം ഭേദഗതി. നെക്സ്റ്റ് വൺ, ദേശീയ പതാകയിലെ ആരക്കാലുകളുടെ എണ്ണം 24 വന്ദേ മാതരം എന്ന ദേശീയ ഗീതത്തിൻ്റെ രചയിതാവ് ആരാണ്? രചയിതാവ് ബങ്കിം ചന്ദ്ര ചാറ്റർജി. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ്റെ പ്രഥമ ചെയർമാൻ രംഗനാഥ മിശ്ര. ഭാഷാടിസ്ഥാനത്തുള്ള സംസ്ഥാനങ്ങളുടെ രൂപീകരണത്തിനായി നിലവിൽ വന്ന പുനഃസംഘടനാ കമ്മീഷനിലെ അംഗങ്ങൾ അല്ലാത്തതാരാണ്? ഇല്ലേ, ഇവിടെ വീണ്ടും 2 പേരുണ്ട്, അതുകൊണ്ട് ആൻസർ വേണ്ടെന്നുള്ളത്. VP മേനോനും ഫസലലിയും ഇല്ലേ, 2 പേരും ഇല്ല, അതുകൊണ്ട് ആൻസർ നമുക്കില്ല ഇവിടെ. നെക്സ്റ്റ്, നമുക്ക് കുറച്ച് മുന്നേയും കൂടി വായിച്ചല്ലേ ഇത്. ഫസലലി, അച്ഛൻ കോൺസ്രു, KM പണിക്കർ. നെക്സ്റ്റ്, സ്വദേശ സമരകാലത്ത് ഇന്ത്യൻ ജനതയിൽ ദേശസ്നേഹം വളർത്താൻ ഭാരതമാത എന്ന ചിത്രം വരച്ചത് ആരാണ്? അബനീന്ദ്രനാഥ ടാഗോർ. ഭാരതമാത അബനീന്ദ്രനാഥ ടാഗോർ. നെക്സ്റ്റ് വൺ, സ്വാതന്ത്ര്യ സമര കാലഘട്ടത്തിൽ ലാലാ ഹർദയാൽ ഗദാർ പാർട്ടി എന്ന സംഘടനയ്ക്ക് രൂപം നൽകിയത് എവിടെ വെച്ചാണ്? അമേരിക്ക. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര കാലഘട്ടത്തിൽ ഇന്ത്യയിൽ ഉദയം ചെയ്ത തൊഴിലാളി പ്രസ്ഥാനം ആൻസർ എന്താണ്? എല്ലാം. മദ്രാസ് ലേബർ യൂണിയൻ, AITUC, അഹമ്മദാബാദ് ടെക്സ്റ്റൈൽ അസോസിയേഷൻ, ഇവയെല്ലാമാണ് നമ്മുടെ ആൻസർ. ഇവയെല്ലാം D. 1950 മാർച്ച് 15 നിലവിൽ വന്ന ആസൂത്രണ കമ്മീഷൻ്റെ വൈസ് ചെയർമാൻ ആരായിരുന്നു? ആൻസർ ഓപ്ഷൻ B, ഗുൽസരലാൽ നന്ദ. നെക്സ്റ്റ് വൺ, ഇന്ത്യയിൽ 10+2+3 മാതൃകയിൽ വിദ്യാഭ്യാസം നടപ്പിലാക്കാൻ ശുപാർശ ചെയ്ത കമ്മീഷൻ 10+2+3 മാതൃക. ആൻസർ എന്താണ്? കോത്തരി കമ്മീഷൻ. ആരുടെ ജന്മദിനമാണ് ഇന്ത്യയിൽ ദേശീയ വിദ്യാഭ്യാസ ദിനമായി ആചരിക്കുന്നത്? മൗലാന അബ്ദുൽ കലാം ആസാദ്. ദേശീയ വിദ്യാഭ്യാസം ആസാദ്. ദി ട്രാൻസ്ഫർ ഓഫ് പവർ ഇൻ ഇന്ത്യ ആരുടെ പുസ്തകമാണ്? ആരുടെ പുസ്തകമാണ്? VP മേനോൻ. ഇതും SCERT ടെക്സ്റ്റിലുള്ളതാണ്. 1954-64 കാലഘട്ടത്തിനിടയ്ക്ക് എത്ര IITകൾ ഇന്ത്യയിൽ സ്ഥാപിതമായി? 5. ഇന്ത്യക്കകത്തും പുറത്തുമുള്ള ഇന്ത്യൻ കലകളുടെ പ്രചാരണം ലക്ഷ്യമിട്ടുകൊണ്ട് ഡൽഹി ആസ്ഥാനമാക്കി പ്രവർത്തനം ആരംഭിച്ച സ്ഥാപനം കലകളാണ്. ന്യൂഡൽഹിയാണ് ആസ്ഥാനം. ആൻസർ ഈസ് ലളിതകലാ അക്കാദമി. മലയാളത്തിലെ ആദ്യ വ്യാകരണ ഗ്രന്ഥം തയ്യാറാക്കിയത് ആരാണ്? ആഞ്ചലോസ് ഫ്രാൻസിസ്. ചാനാർ ലഹള നടന്ന വർഷം ഏതാണ്? 1859. വാദിക്കാനും ജയിക്കാനുമില്ല, അറിയിക്കാനുമാണ് ആരുടെ പ്രശസ്തമായ വാക്കുകൾ? വാദിക്കാനും ജയിക്കാനുമല്ല, അറിയിക്കാനുമാണ് എന്ന ആരുടെ വാക്കുകളാണ്? ശ്രീനാരായണ ഗുരു. ഗുരുവായൂർ സത്യാഗ്രഹം നടന്നത് ആരുടെ നേതൃത്വത്തിലാണ്? ഗുരുവായൂർ സത്യാഗ്രഹം K. കേളപ്പൻ. നെക്സ്റ്റ് വരുന്നത് ഗാന്ധിയും അരാജകത്വവും എന്ന ഗ്രന്ഥം രചിച്ചത് ആരാണ്? C. ശങ്കരൻ നായർ. തിരുവിതാംകൂറിൽ രാഷ്ട്രീയ പ്രക്ഷോഭങ്ങൾക്ക് തുടക്കം കുറിച്ച സംഭവം ഏതാണ്? മലയാളി മെമ്മോറിയൽ. മലബാറിൽ ദേശീയ പ്രക്ഷോഭങ്ങൾക്ക് നേതൃത്വം നൽകിയ വനിത ആരാണ്? ദേശീയ പ്രക്ഷോഭങ്ങൾക്ക് നേതൃത്വം നൽകിയ വനിത ആരാണ്?
AV കുട്ടിമാളു അമ്മ, മലബാറിൽ കുട്ടിമാളു അമ്മ. സ്വാതന്ത്ര്യാനന്തരം കേരളത്തെ ഒരു പ്രത്യേക സംസ്ഥാനമായി പുനഃസംഘടിപ്പിക്കണമെന്ന പ്രമേയം അവതരിപ്പിച്ച സംസ്ഥാന കോൺഗ്രസ് സമ്മേളനം. കേരളത്തെ ഒരു പ്രത്യേക സംസ്ഥാനമായി പുനഃസംഘടിപ്പിക്കണം സ്വാതന്ത്ര്യാനന്തരം. ആ സമ്മേളനം, കോൺഗ്രസ് സമ്മേളനം ഏതായിരുന്നു? പയ്യന്നൂർ. നെക്സ്റ്റ് വൺ, തിരുവിതാംകൂർ മുസ്ലിം മഹാജനസഭ സ്ഥാപിച്ചത്. തിരുവിതാംകൂർ മുസ്ലിം സഭ സ്ഥാപിച്ചത് വക്ക അബ്ദുൽ ഖാദർ മൗലവി. തിരുവിതാംകൂർ മുസ്ലിം മഹാജനസഭ വക്ക അബ്ദുൽ ഖാദർ മൗലവിയാണ് മഹാജനസഭ. നെക്സ്റ്റ് വൺ, കോഴിക്കോട് ഉപ്പു സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയതാരാണ്? കോഴിക്കോട് ഉപ്പു സത്യാഗ്രഹം മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബാണ്. കോഴിക്കോട് അബ്ദുറഹ്മാൻ സാഹിബാണ്. നെക്സ്റ്റ് വൺ, കേരളത്തിലെ ഏറ്റവും വലിയ ജില്ല ഇടുക്കി ജില്ല. നെക്സ്റ്റ്, കേരളത്തിൻ്റെ ഖാദി ഗ്രാമ വ്യവസായങ്ങളുടെ ചുമതലയുള്ള മന്ത്രി പി രാജീവ്. കേരള സ്പോർട്സ് കൗൺസിലിന് രൂപം നൽകിയതാരാണ്? കേരള സ്പോർട്സ് കൗൺസിലിന് രൂപം കൊടുത്തത് ആരാണ്? ഗോദവർമ്മ രാജ. പശ്ചിമഘട്ടത്തിലെ മഴനിഴൽ പ്രദേശത്ത് സ്ഥിതി ചെയ്യുന്ന കേരളത്തിലെ ഏക വന്യജീവി സങ്കേതം. പശ്ചിമഘട്ടത്തിലെ മഴനിഴൽ പ്രദേശത്ത് സ്ഥിതി ചെയ്യുന്ന വന്യജീവി സങ്കേതം ഏതാണ്? ചിന്നാർ. ചിന്നാർ. അട്ടപ്പാടിയിലെ ഗോത്ര സമൂഹങ്ങൾക്കിടയിൽ ഇന്നും നിലവിലുള്ള കൃഷിരീതി ഏതാണ്? പുനം കൃഷി. ഗൗണനാടി, കവനോഗ്, വളഞ്ഞാർ ഈ പേരിൽ അറിയപ്പെടുന്ന കേരളത്തിലെ ഒരു പുണ്യ നദി ഏതാണ്? ഓപ്ഷൻ സി, മീനച്ചിലാറാണ്. പഴന്തമിഴ് പാട്ടുകളിൽ പരാമർശമുള്ള കേരളത്തിൻ്റെ ഒരു പഴവർഗ്ഗം ഏതാണ്? ചക്ക. പ്രകൃതി ദുരന്തങ്ങളുടെ നിവാരണത്തിനും ലഘൂകരണത്തിനുമായി സംസ്ഥാനത്ത് പ്രവർത്തിക്കുന്ന സംവിധാനം താഴെ പറയുന്നതിൽ ഏതാണ്? ആൻസർ ഓപ്ഷൻ ഡി, എല്ലാം. മുകളിൽ പറഞ്ഞത് എല്ലാം. എറണാകുളം ജില്ലയിലെ ഏത് സ്ഥലത്ത് നടത്തിയ ഉത്ഖനനമാണ് പ്രാചീന തമിഴകത്തിന് റോമുമായി വ്യാപാരബന്ധം ഉണ്ടായിരുന്നതിനുള്ള തെളിവുകൾ നൽകുന്നത്? ആൻസർ പറവൂർ. 2012 ഉരുൾപൊട്ടലുണ്ടായ പുല്ലൂരാംപാറ 12ലെയാണ്. പുല്ലൂരാംപാറ ഏത് ജില്ലയിലാണ്? കോഴിക്കോട് ജില്ല. മന്തുരോഗം പരത്തുന്ന കൊതുകുകൾ ഏതാണ്? ക്യൂലെക്സ് പെൺകൊതുകുകൾ. നെക്സ്റ്റ് വൺ, വിറ്റമിൻ എയുടെ തുടർച്ചയായ അഭാവം ഉണ്ടായാൽ നേത്രാവരണവും കോർണിയയും വരണ്ട് കോർണിയ അതാര്യമായി തീരുന്നതും തുടർന്ന് അന്ധതയിലേക്ക് നയിക്കുന്നു. ഈ അവസ്ഥയുടെ പേരെന്താണ്? എന്താണത്? സിറോഫ്താൽമിയ. വിറ്റമിൻ എ, സിറോഫ്താൽമിയ. ഓർഗൻ ഓഫ് കോർട്ടി ഏത് ജ്ഞാനേന്ദ്രിയവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഓർഗൻ ഓഫ് കോർട്ടി എന്ന് പറയുമ്പോൾ അത് ചെവിയാണ് അല്ലേ? ചെവിയിലെ 3 അസ്ഥികൾ മാലിയസ് ഇൻകസ് ആൻഡ് സ്റ്റേപ്പിസ്. നെക്സ്റ്റ്, ഉമിനീരിൻ്റെ pH മൂല്യം എത്രയാണ്? 6.2 to 7.6. ഓപ്ഷൻ ഡി ആണ് ആൻസർ. നെക്സ്റ്റ് വൺ, കേരളത്തിൻ്റെ ആരോഗ്യ പദ്ധതികളിൽ ഒന്നായ ആർദ്രം പദ്ധതിയിൽ പെടാത്തത്. ആർദ്രം പദ്ധതി എന്ന് പറയുമ്പോൾ ഹോസ്പിറ്റലിൻ്റെ വികസനം. പെടാത്തത് ഏതെന്ന് ഓർക്കുക. ഓപ്ഷൻ ഡി ആണ് ആൻസർ. അടിസ്ഥാന സൗകര്യ വികസന കാര്യങ്ങൾക്ക് വേണ്ട ഫണ്ട് പഞ്ചായത്ത് ലഭ്യമാക്കുന്നു. ബാക്കിയെല്ലാം എന്താണ്? ആർദ്രം പദ്ധതി ബന്ധപ്പെട്ടതാണ്. നെക്സ്റ്റ്, 27ാമത് സംസ്ഥാന വിത്ത് ഉപസമിതി തീരുമാനപ്രകാരം മണ്ണുത്തി കാർഷിക ഗവേഷണ കേന്ദ്രം വികസിപ്പിച്ചെടുത്തതും തൃശ്ശൂർ ജില്ലയിലെ കോൾപ്പാടങ്ങളിലേക്ക് അനുയോജ്യമായതും ആയ നെല്ലിൻ്റെ ഇനമേതാണ്? തൃശ്ശൂർ ജില്ലയിലെ കോൾപ്പാടങ്ങളിലേക്ക് അനുയോജ്യമായ നെല്ല് ഏതാണത്? KAU മനുരത്ന. ആഗോളതാപനത്തിന് കാരണമായ ഹരിതഗ്രഹ വാതകങ്ങളിൽ ഏറ്റവും കൂടിയ അളവിൽ കാണപ്പെടുന്ന ഏതാണ്? കാർബൺ ഡൈ ഓക്സൈഡ് തന്നെ. താഴെ കൊടുത്തിരിക്കുന്നവയിൽ വന്യജീവി സംരക്ഷണ കേന്ദ്രം അല്ലാത്തത് ഏതാണ്? രൂപ്കുണ്ട്. കേരളത്തിലെ കാടുകളിൽ
വിസ്തൃതിയിൽ ഏറ്റവും കൂടുതലുള്ള വിഭാഗം. വിസ്തൃതിയിൽ ഏറ്റവും കൂടുതലുള്ള വിഭാഗം ഏതാണ്? ആർദ്ര ഇലപൊഴിയും വനങ്ങൾ. താഴെ തന്നിരിക്കുന്നവയിൽ ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം? ഓപ്ഷൻ സി ആണ്, 1ഉം 2ഉമാണ് ശരിയായത്. 1 അല്ലേ, ലൈക്കനുകൾ എന്ന വിഭാഗം സസ്യങ്ങളെ വായുമലിനീകരണ സൂചകമായി കണക്കാക്കാം. വായുമലിനീകരണം കുറയ്ക്കുന്നതിന് വേണ്ടി കാറ്റലിറ്റിക് കൺവെർട്ടർ എന്ന ഉപകരണം ഘടിപ്പിച്ച വാഹനങ്ങളിൽ ലെഡ് അടങ്ങിയിട്ടില്ലാത്ത പെട്രോളാണ് ഉപയോഗിക്കേണ്ടത്. ലൈക്കൻ എന്ന് പറയുമ്പോൾ ആൽഗയുടെയും ഫംഗസിൻ്റെയും ചേർന്നുള്ള ലൈക്കൻ അല്ലേ. മരങ്ങളിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് റൗണ്ട് ഈ ഒരു മരങ്ങളാണെങ്കിൽ അതിങ്ങനെ ഫംഗസ് പോലെ ഇങ്ങനെ വെളുത്തിരിക്കും, ലൈക്കൻസ് ആണ്. നെക്സ്റ്റ്, ആറ്റത്തിൻ്റെ ചാർജില്ലാത്ത കണമായ ന്യൂട്രോണിനെ കണ്ടെത്തിയ ശാസ്ത്രജ്ഞൻ. ന്യൂട്രോൺ കണ്ടെത്തിയത് ആരാണ്? ന്യൂട്രോൺ എന്ന് പറയുമ്പോൾ ചാഡ്വിക്. ന്യൂട്രോൺ ചാഡ്വിക്. ടായുടെ ചാഡ്വിക്. അയിരുകളെയും ധാതുക്കളെയും സംബന്ധിച്ച് ശരിയായ പ്രസ്താവന ഏതെല്ലാം? 1ഉം 2ഉം എന്താണ് ശരിയായ പ്രസ്താവന? അയിരുകളെല്ലാം, എല്ലാ അയിരുകളും ധാതുക്കളാണ്, എല്ലാ ധാതുക്കളും അയിരുകൾ അല്ല. പരസ്പര ബന്ധമില്ലാത്തത് തിരിച്ചറിയാം. ആൻസർ ഓപ്ഷൻ ഡി, 2ഉം 4ഉമാണ് വരുന്നത്. സോഡിയം ആൽക്കലി ലോഹം ഒന്നിച്ച് അലൂമിനിയം ബോറോൺ കുടുംബവും പഠിക്കാം. ഇത് രണ്ടും ബന്ധമില്ലാത്തതാണ്. ആൻസർ ഓപ്ഷൻ ഡി ആണ്. നെക്സ്റ്റ്, ഒരു ജലതന്മാത്രയിലെ ഹൈഡ്രജനും ഓക്സിജനും തമ്മിൽ അറ്റോമിക് മാസിലുള്ള അനുപാതം എത്രയാണ്? അല്ലേ, H2O ആണ് ജലം. ഇവിടുത്തെ ആൻസർ ഓപ്ഷൻ ബി ആണ്. നെക്സ്റ്റ് വൺ, പഞ്ചസാരയിലെ ഘടകമൂലകങ്ങൾ ഏതൊക്കെയാണ്? കാർബൺ, ഹൈഡ്രജൻ, ഓക്സിജൻ. മനുഷ്യന് കേൾക്കാൻ കഴിയുന്ന ശബ്ദത്തിൻ്റെ ആവൃത്തിയുടെ താഴ്ന്ന പരിധി എത്രയാണ്? 20 ഹെർട്സ് അല്ലേ. മിനിമം എത്രയാ? 20 ഹെർട്സ് ടു 20,000 ഹെർട്സ് ആണ് സൗണ്ടിൻ്റെ ആവറേജ്. അപ്പോൾ താഴ്ന്ന പരിധി 20 ഹെർട്സ്. പ്രവൃത്തിയുടെ യൂണിറ്റ് ഏതാണ്? ജൂളാണ്. തന്മാത്രയുടെ സ്ഥാനമാറ്റം മുഖേന താപം പ്രേഷണം ചെയ്യപ്പെടുന്ന രീതിയാണ്. സ്ഥാനമാറ്റം മുഖേന താപം പ്രേഷണം ചെയ്യപ്പെടുന്ന രീതി ഏതാണെന്ന് ചോദിച്ചാൽ സംവഹനം. വസ്തു ഒരു തുലനസ്ഥാനത്തെ ആസ്പദമാക്കി ഇരുവശങ്ങളിലേക്കും ചലിക്കുന്നതാണ്. ഡാഷ്. വസ്തു ഒരു തുലനസ്ഥാനത്തെ ആസ്പദമാക്കി ഇരുവശങ്ങളിലേക്കും ചലിക്കുന്നതാണ് ഏത്? ദോലനം. ചുവടെ കൊടുത്തിട്ടുള്ളവയിൽ കൂട്ടത്തിൽപ്പെടാത്തത് ഏതാണ്? ആൻസർ ഓപ്ഷൻ ഡി ആണ്, കൽക്കരി. സോ താങ്ക് യു ഫോർ വാച്ചിങ്. 3 ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ ചെയ്തിട്ടുണ്ട് ഇവിടെ. നെക്സ്റ്റ്, ഇനി ഇതിൻ്റെ ഏറ്റവും പ്രധാന കണ്ടൻറ്റ് വരുന്ന, അല്ലെങ്കിൽ നമുക്ക് പ്രയാസം തോന്നുന്ന വിഷയങ്ങൾ മാത്രം ഒന്ന് നോക്കാം. താങ്ക് യു ഫോർ വാച്ചിങ്. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. താങ്ക് യു.